ഇന്ന് IFPHന്റെ 2026 ദിവസത്തെ മലയാളം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് അതിഥിയായി എത്തുന്നത് ഡോക്ടർ ആഷ ബി വർഗീസ് ആണ്. ഡോക്ടർ ആഷ ബി വർഗീസ് ബാംഗ്ലൂരിൽ അമ്പാടി ഹോമിയോ ക്ലിനിക്ക് നടത്തി വരുന്നു. കൂടാതെ സൈക്കോളജിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തു വരുന്നു. അമ്പാടി ഹോമിയോ ക്ലിനിക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ ഉള്ളൊരു നമ്മുടെ രമാദേവി അമ്പാടി അമ്മയുടെ മകൾ കൂടിയാണ്. അറിയാത്തവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പരിചയപ്പെടുത്തിയാണ്. അമ്പാടി അമ്മ നേരത്തെ തന്നെ റെഡിയായിട്ട് ക്ലാസ് വെക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. ഡോക്ടർ ആഷ ബി വർഗീസിന്റെ ഇന്നത്തെ പ്രസന്റേഷൻ അല്ല ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഗസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ആഷ ബി വർഗീസിനെയും ഇന്നത്തെ ക്ലാസ്സിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഡോക്ടർ ഇന്ന് എടുക്കുന്ന വിഷയം തലകറക്കവും ഹോമിയോപ്പതിയുമാണ്. നമുക്കെല്ലാം ദിവസവും നമ്മുടെ ക്ലിനിക്കുകളിൽ എത്തുന്ന ഒരു വിഷയം തന്നെയാണ്. നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് ഡോക്ടറെ നമുക്ക് തുടങ്ങാം. ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോടുകൂടി തുടങ്ങും. Thank you, ma'am. Thank you, Danish sir. Thank you, all the seniors. Mummy ipo indoor lana, ma'am. Oh, I see. She's not in bank. Indoor la, she's with my sister. Okay. Then share ചെയ്യാം. സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല മാം. ഇന്നത്തെ എൻ്റെ ടോപ്പിക് വെർട്ടിഗോ ആണ്. അപ്പൊ വെർട്ടിഗോ എന്നുള്ളതിന്റെ ഡെഫിനേഷൻ എന്താ വെച്ചാല് ഇപ്പം നമ്മൾ ഈ ക്ലാസ്സിൽ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ടൈപ്സ് ഓഫ് വെർട്ടിഗോ, സൈക്കോ ഡൈനാമിക്സ് ഓഫ് വെർട്ടിഗോ. സൈക്കോ ഡൈനാമിക്സ് എന്താന്നുള്ളത് നമുക്ക് പിന്നീട് പോകെ നമുക്ക് പഠിക്കാം. അതിന്റെ കോസ്, മെന്റൽ കോസസ് എന്നുള്ള മട്ടിലാണ്. പിന്നെ കോസസ്, സിംറ്റംസ്, ഹോമിയോപ്പത്തിക് മാനേജ്മെന്റ്, ഇത്രയാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഏറ്റവും ആദ്യം വെർട്ടിഗോ എന്നുള്ളത് ഒരു ഇല്യൂഷൻ ഓഫ് മൂവ്മെന്റ് ആണ്. ശരിക്കും മൂവ്മെന്റ് ഇല്ലോ ഇല്ല. അപ്പൊ അതിനെന്താ വെച്ചാൽ നമുക്ക് അങ്ങനെ തോന്നുകയാണ്, ഒരു സറൗണ്ടിങ്സ് ഒക്കെ സ്പിൻ ചെയ്യണു എന്നുള്ളൊരു ഫീലിംഗ് ആണ്. അതുകൊണ്ടാണ് അതിന് ഇല്യൂഷൻ ഓഫ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഒരു ഡിസിനെസിന്റെ ഒരു സബ് ടൈപ്പ് ആണ് വെർട്ടിഗോ. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് വെസ്റ്റിബുലാർ സിസ്റ്റം ഡിസ്ഫങ്ഷൻ. വെസ്റ്റിബുലാർ സിസ്റ്റമിന്റെ ഡിസ്ഫങ്ഷൻ ആണ് അത് കാണിക്കുന്നത് സാധാരണ. Types classification of vertigo. Inner ear origin, common types BPPV ആണ്, that is benign paroxysmal position vertigo ആണ്. Meniere's disease ഉണ്ട്. പിന്നെ ഉള്ളത് vestibular neuritis ആണ്. മാം പതുക്കെ ഞാൻ ഓരോ സ്ലൈഡ് ആയിട്ട് മാറ്റാം. ഇത്തിരി സ്പീഡ് കുറച്ച് പോണേ. ഓക്കെ മാം. ഓക്കെ, അപ്പം ഇന്നർ ഇയർ ഒറിജിനിലാണ്. അത് കോമൺ ടൈപ്സ് എന്താ വെച്ചാൽ ബിനൈൻ പെറോക്സിമൽ പൊസിഷൻ വെർട്ടിഗോ ആണ്. മിനിയസ് ഡിസീസ് സൗണ്ട് ഉണ്ടാവും ചെവിയിൽ. വെസ്റ്റിബുലാർ ന്യൂറൈറ്റിസ് വേറൊരു കോമൺ ടൈപ്പ് ആണ്. സെൻട്രൽ വെർട്ടിഗോ ഇൻ ദ സെൻസ് ബ്രെയിനിനെ എഫക്ട് ചെയ്യണ വെർട്ടിഗോ ആണ് സെൻട്രൽ വെർട്ടിഗോ എന്ന് പറയുന്നത്. അതിന്റെ കോസസ് ഉള്ളത് സ്ട്രോക്ക്, ട്യൂമേഴ്സ് ഓഫ് എനി കൈൻഡ്, ഏതെങ്കിലും ബ്രെയിനിൽ ഉണ്ടാവുന്ന ട്യൂമർ, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്. പിന്നെ മൂന്നാമത്തെ വെറൈറ്റി ഫങ്ഷണൽ ഓർ സൈക്കോജനിക് വെർട്ടിഗോ ആണ്. അത് ആങ്സൈറ്റി റിലേറ്റഡ് ആവാം, നോ സ്ട്രക്ചറൽ പാത്തോളജി ഉണ്ടാവും. ഇതിനൊക്കെ നമുക്ക് നല്ല സ്കോപ്പ് ഉണ്ട്. മോർ ദാൻ ദ CNS-നും ഉണ്ട്. പക്ഷെ മോസ്റ്റ് ഓഫ് ദ ടൈംസ് നമുക്ക് ആ കേസസ് കിട്ടാറില്ല. മിക്കവാറും ട്യൂമർ ഒക്കെ ആണെങ്കിൽ യൂഷ്വലി ഇറ്റ് ഗോസ് ഫോർ സർജറി. പിന്നെ പെരിഫറൽ വെർട്ടിഗോ ഉണ്ട്. അത് നമുക്കൊന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. Peripheral vertigo is a vertigo arising from pathology in the inner ear, labyrinth or the vestibular nerve. This is the most common type of vertigo seen in clinical practice. നമുക്ക് സാധാരണ കിട്ടുന്ന വെർട്ടിഗോ ഇതാണ്. എന്തൊക്കെ അനാറ്റമി ആണ് ഇൻവോൾവ് എന്നുള്ള വെച്ചാൽ സെമി സർക്കുലർ കനാൽസ്. അതിലെന്താണ് ആ കനാൽസിന് എന്താണ് ജോലി? ബാലൻസ് ആൻഡ് റൊട്ടേഷൻ. വെർട്ടിക്കൽ ആൻഡ് സാക്യുലർ ലീനിയർ ആക്സലറേഷൻ, വെസ്റ്റിബുലാർ നെർവ്, ഇതൊക്കെയാണ് അതിലുള്ള അനാറ്റമി ആയിട്ടുള്ള ഇൻവോൾവ്മെന്റ്, ദ ഓർഗൻസ് ഇൻവോൾവ്. ഓക്കെ, സോ കോസസ് ഓഫ് പെരിഫറൽ വെർട്ടിഗോന്റെ ഏറ്റവും ആദ്യം ഉള്ളത് BPPV ആണ്. BPPV ഒട്ടുമിക്ക കേസസിൽ നമുക്ക് കാണാറുണ്ട്. എസ്പെഷ്യലി എൽഡർലി ആൾക്കാർ, ഓസ്റ്റിയോപോറോസിസ് ഒക്കെ വരുന്ന ആൾക്കാർക്ക്
ആ ഒരു ലേറ്റർ ഓൺ സ്റ്റേജസിൽ മിക്കവാറും കണ്ടിട്ടുള്ളതാണ് ബിനൈൻ പെറോക്സിമൽ പൊസിഷൻ വെർട്ടൈഗോ. അതിന്റെ കാരണം ഒരു കാൽഷ്യത്തിന്റെ ഒരു സ്റ്റോണ്, ചെവിക്കകത്ത് കല്ലുണ്ട് എന്നൊക്കെ പറയും ഡോക്ടേഴ്സ്. അതാണ് സാധാരണ വരാറുള്ളത്. അപ്പൊ അതിനെന്താ പറ്റാച്ചാല് അതിന് മരുന്നിനെക്കാട്ടിലും ഒരു മാന്യുവർ ആണ് അതിന് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ളത്. അതിനെപ്പറ്റിയും ഇപ്പൊ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. കാരണം നമ്മുടെ ഡൊമെയിൻ ഉണ്ട്, പക്ഷെ അതിനല്ലാണ്ട് നമുക്ക് ഓക്സിലറി മെത്തേഡ്സ് ഇതിനുള്ളത് അറിഞ്ഞിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അതുകൊണ്ട് അതിനെപ്പറ്റിയും ഐ വിൽ ബി എക്സ്പ്ലെയിനിങ്. പിന്നെ ഉള്ളത് വെസ്റ്റിബുലാർ ന്യൂറൈറ്റിസ്, പിന്നെ ലാബ്രിന്തൈറ്റിസ്, മിനിയസ് ഡിസീസ്, വെർട്ടൈഗോ വിത്ത് ടിനിറ്റസ്, ചെവിയിൽ മുഴക്കുണ്ടാവുക. അങ്ങനെ ഉണ്ടാവുമ്പോൾ പിന്നെ ലെസ് കോമൺ ആയിട്ടുള്ളത് ഓട്ടോടോക്സിക് ഡ്രഗ്സ്, പെരിലിംഫ് ഫിസ്റ്റുല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവാറുണ്ട്. പിന്നെ ട്രോമ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റോ വീഴ്ചയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇങ്ങനത്തെ വെർട്ടൈഗോ ഉണ്ടാവാറുണ്ട്. പാത്തോഫിസിയോളജി, BPPയുടെ മെയിൻ ആയിട്ട് ഇന്നർ ഇയർ കണ്ടെയ്ൻസ് ഓട്ടോലെത്ത്. ഓട്ടോലെത്ത് എന്ന് പറയുമ്പോൾ കാൽഷ്യം കാർബണേറ്റ് ക്രിസ്റ്റൽസ് ആണ്. ചെവിക്കകത്ത് കല്ലുണ്ട് എന്ന് പറയും ചിലവര്. ചെവിക്കകത്ത് കല്ലുണ്ട് എന്ന് പറഞ്ഞാല് ചെറിയ ചെറിയ കാൽഷ്യം ഡിപ്പോസിറ്റ്സ് എന്താവുക വെച്ചാല് അതിന്റെ പൊസിഷൻ മാറി അത് ആ കനാലിലേക്ക് പോകും. കനാലിലേക്ക് പോകുമ്പോൾ എന്താ പറ്റുക വെച്ചാല് സഡൻ ആയിട്ട് അത് സഡൻ വെർട്ടിഗോ ആണ്. സഡൻ ആയിട്ട് അതിന്റെ കൂടെ നിസ്റ്റാഗ്മസ് ഉണ്ടാവും. നിസ്റ്റാഗ്മസ് എന്ന് വെച്ചാൽ കണ്ണിന്റെ മൂവ്മെന്റ് ഇങ്ങനെ ഓക്സിലേഷൻസ് ഉണ്ടാവും. ഓക്കെ, അത് ഭയങ്കര ദാറ്റ് എക്സ്പ്ലെയിൻസ് ഇറ്റ് ഇസ്. അപ്പം അത് കണ്ട ഏറ്റവും നമുക്ക് അറിയാൻ പറ്റും അത് BPPV ആണെന്നുള്ളത് നമുക്ക് പ്രത്യേകമായിട്ട് എടുത്ത് മനസ്സിലാക്കാൻ പറ്റും. ഇൻ BPPV ഈ ക്രിസ്റ്റൽസ് ഇറ്റ് വിൽ ഗെറ്റ് ഡിസ്ലോജ്ഡ് ആൻഡ് എൻറ്റർ ദ സെമി സർക്കുലർ കനാൽസ്. ദിസ് കോസസ് അബ്നോർമൽ സ്റ്റിമുലേഷൻ, ഫോൾസ് സെൻസേഷൻ ഓഫ് മൂവ്മെന്റ്. നമുക്ക് എന്താ തോന്നുന്ന സഡൻ ആയിട്ട് തല ഇറങ്ങി സഡൻ ആയിട്ട് ആൾക്കാർ ബെഡിൽ നിന്ന് എണീറ്റ് സഡൻ ആയിട്ട് വീണു പോകണം, പെട്ടോന്ന് വേണ്ട അങ്ങ് വീണു പോകും. അപ്പം അത് ഇതാണോ എന്ന് അറിയാനുള്ളത് ഒരു ടെസ്റ്റ് ഉണ്ട്, അതിനെപ്പറ്റിയും പറയാം. അതിന്റെ ഏറ്റവും പ്രിഡോമിനന്റ് ആയിട്ടുള്ളത് നിസ്റ്റാഗ്മസ് ആണ്. കണ്ണിങ്ങനെ കിടന്ന് പിടയ്ക്കും, ഇങ്ങനെ കിടന്ന് വിറയ്ക്കും. അത് നമുക്ക് അവർക്കും മനസ്സിലാവും, കാണുന്നവർക്കും അത് കാണുന്ന വിധത്തിലാണ് നിസ്റ്റാഗ്മസ് ഉണ്ടാവാറ്. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? സഡൻ സ്പിന്നിങ് സെൻസേഷൻ, ട്രൂ വെർട്ടിഗോ, നോഷ്യ, വോമിറ്റിംഗ് ഉണ്ടാവും. ഇറ്റ് ഈസ് ട്രിഗേർഡ് ബൈ ഹെഡ് മൂവ്മെന്റ്. ഷോർട്ട് ഡ്യൂറേഷൻ, സെക്കൻഡ്സ് ടു മിനിറ്റ്സ് ഇൻ BPPV. ഞാൻ പ്രിഡോമിനന്റ് ആയിട്ട് ഇന്ന് BPPV ആണ് എടുത്തു പറയുന്നത്. കാരണം മറ്റേ മിനിയേഴ്സ് ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതിന്റെ ഡൊമെയിനും അതിന് നമുക്ക് കൊടുക്കാൻ പറ്റിയ മെഡിസിൻസും ഒക്കെ നമുക്ക് നല്ല വി ഗെറ്റ് ഗുഡ് റിസൾട്ട്സ് വിത്ത് മിനിയേഴ്സ് ഓൾസോ. Associated features is hearing loss in Meniere's and labyrinthitis. So എന്താ പറ്റാച്ചാല് മിനിയേഴ്സിലും ലാബ്രിന്തൈറ്റിസിലും ഹിയറിംഗിന്റെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കാണാറുണ്ട്. ചെവിക്ക് ഒന്നും പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ BPPV നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം. ടിനിറ്റസ് ഉണ്ടാവും, ഇയർ ഫുൾനെസ് ഉണ്ടാവും. അത് മൂന്നും ഉണ്ടാവുന്നത് ലാബ്രിന്തൈറ്റിസിലും മിനിയേഴ്സിലൊക്കെ കാണാറുണ്ട്. നിസ്റ്റാഗ്മസ് ഞാൻ പറഞ്ഞു, അങ്ങനെ കണ്ണ് മൂവ് ചെയ്യുക, ഹൊറിസോണ്ടൽ ഓർ റൊട്ടേറ്ററി. ഫറ്റീഗബിൾ, ഒത്തിരി ക്ഷീണം തോന്നും അവർക്ക്. സപ്രസ്ഡ് ബൈ ഐ ഫിക്സേഷൻ, പക്ഷെ നേരെ നോക്കിക്കഴിഞ്ഞാൽ അത് കുറെ നേരം നമ്മൾ ആ ഗേസ് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അത് ആ നിസ്റ്റാഗ്മസ് ഒന്ന് കുറയും. പെരിഫറൽ വെർട്ടൈഗോ, സെൻട്രൽ വെർട്ടൈഗോന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓൺസെറ്റ് പെരിഫറൽ വെർട്ടൈഗോയില് ഭയങ്കര സഡൻ ആണ്. സഡൻ എന്ന് വെച്ചാൽ നമുക്ക് ആ കല്ല് ഡിസ്ലോഡ്ജ് ആവണു, ഇപ്പൊ കിടന്ന് ഉറങ്ങിയിട്ട് എണീക്കുന്ന ഒരാളായിരിക്കാം, സഡൻ ആയിട്ട് അങ്ങ് താഴെ വീണു, അത് സഡൻ ആണ്. സെൻട്രൽ വെർട്ടൈഗോ CNS ഇൻവോൾവ്മെന്റ് ഉള്ളതുകൊണ്ട് ഭയങ്കര ഗ്രാജുവൽ ആണ്. എന്ന് വെച്ചാൽ ഒരു ട്യൂമർ പതുക്കെ ഗ്രോ ചെയ്യുക, എന്തെങ്കിലും ഒരു സ്ട്രോക്കിന്റെ ലക്ഷണങ്ങള്, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവുക, ഇതൊക്കെ ഒരു ഗ്രാജുവൽ ഓൺസെറ്റ് ആണ്. സിവിയറിറ്റി ഇൻ പെരിഫറൽ വെർട്ടൈഗോ ഇസ് വെരി സിവിയർ, ഭയങ്കര സഡൻ ആയിട്ടാണ്. മറ്റേല് മൈൽഡ് ടു മോഡറേറ്റ് ആണ്. കാരണം ഇത് സെക്കൻഡറി സിംറ്റം ആണ്, വേറൊരു അസുഖത്തിന്റെ ഒരു സെക്കൻഡറി സിംറ്റം ആയിട്ടാണ് ഇത് വരാറ്. നിസ്റ്റാഗ്മസ് കണ്ണ് അനങ്ങണത് ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ റൊട്ടേറ്ററി ആയിരിക്കും, മറ്റേത് വെർട്ടിക്കൽ ആയിരിക്കും. ഹിയറിംഗ് ലോസ് പെരിഫറൽ വെർട്ടൈഗോയില് ഉണ്ടാവാം, പക്ഷെ മിനിയേഴ്സിലൊക്കെ ഉണ്ടാവും. പക്ഷെ സെൻട്രൽ വെർട്ടൈഗോയില് കുറവാണ് ഉണ്ടാവാറുള്ളത്. BPPVയിലും കുറവാണ്.
ന്യൂറോളജിക്കൽ സൈൻസ് ഇറ്റ് ക്യാൻ ബി ആബ്സെന്റ് ഇൻ പെരിഫറൽ വെർട്ടൈഗോ, പക്ഷെ സെൻട്രൽ വെർട്ടൈഗോയിൽ ഉണ്ടാവാൻ കൂടുതൽ ചാൻസസ് ഉണ്ട്. ഇറ്റ് വിൽ ബി പ്രസന്റ്. ടൈപ്പ് അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. ഒരെണ്ണം പെരിഫറൽ വെർട്ടൈഗോ, ഇന്നർ ഇയർ ഉണ്ട്, സഡൻ സിവിയർ പൊസിഷൻ, BPPV, മിനിയേഴ്സ്, ഇതൊക്കെ ഇതിൽ വരും. സെൻട്രൽ വെർട്ടൈഗോയില് ബ്രെയിൻ ഇൻവോൾവ്മെന്റ് ആണ്, ഗ്രാജുവൽ പെർസിസ്റ്റന്റ്, സ്ട്രോക്ക്, MS. സൈക്കോളജിക്കലില് മൈൻഡ് ആണ് ഒറിജിൻ, അതിൽ അസോസിയേറ്റഡ് വിത്ത് ആങ്സൈറ്റി, പാനിക് ഡിസോർഡേഴ്സിലും ചിലപ്പം ചിലവർക്ക് സഡൻ ആയിട്ട് തലയിറങ്ങും. ഇങ്ങനെ എന്തെങ്കിലും ഒരു ബാഡ് ന്യൂസ് കേൾക്കുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമ്പോഴും തലയിറങ്ങി പോയി എന്നുള്ള ഒരു നമ്മളെ ഫീച്ചർ കാണാറുണ്ട്. ഡയഗ്നോസിസ്, BPPVയുടെ ഡയഗ്നോസിസ് ഡിക്സ് ഹാൽപൈക്ക് ടെസ്റ്റ് ആണ്. അതെന്താന്നുള്ളത് പിന്നെ ഒന്നും കൂടെ നമുക്കത് മുന്നോട്ട് പോവാം. പിന്നെ ഹെഡ് ഇമ്പൾസ് ടെസ്റ്റ് ഉണ്ട്. Investigations, audiometry, MRI to rule out any central nervous system causes. BPPV most important type mechanism is otolith displacement. ഞാൻ പറഞ്ഞ മാതിരി ചെവിയിലുള്ള ഒരു കല്ല് മാറിപ്പോകും. Enter into the posterior semicircular canal. Movement, abnormal endolymph flow, vertigo. Dix-Hallpike test, it is a gold standard diagnostic maneuver for posterior BPPVക്കുള്ളൊരു ഇതാണ്, ഒരു ടെസ്റ്റ് ആണ്. അതിലെന്താ ചെയ്യുക വെച്ചാൽ ആദ്യം ആ പേഷ്യന്റ് ഇങ്ങനെ ആദ്യം ഇരിക്കാൻ പറയും. ഇരുന്ന് കഴിഞ്ഞാൽ സഡൻ ആയിട്ട് ലൈ ഡൗൺ ചെയ്യാൻ പറയും വിത്ത് യുവർ ഹെഡ് ഡൗൺവേർഡ്സ്, എക്സ്റ്റെൻഡഡ് 30 degrees ബാക്ക്. അപ്പൊ അങ്ങനെ ഒന്ന് കിടന്ന് കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഇരിക്കണോ, സഡൻ ആയിട്ട് അവരങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ താഴോട്ട് ആക്കുമ്പോൾ കണ്ണ് നിസ്റ്റാഗ്മസ് ഇങ്ങനെ 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 കിടന്ന് പെടയും. അതാണ് ഡിക്സ് ഹാൽപൈക്കിന്റെ ടെസ്റ്റ്. അതിന് പറ്റിയുള്ളത് നിസ്റ്റാഗ്മസ് ആണ് അതിന്റെ പ്രിഡോമിനന്റ് ആയിട്ടുള്ള ഫീച്ചർ ഈ ഡിക്സ് ഹാൽപൈക്ക് ചെയ്യാൻ നേരത്ത്. ഇത് ചെയ്യാൻ നേരത്ത് നമുക്ക് ഇതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 or 3 സിറ്റിംഗ് ഓഫ് മാന്യുവർ ചെയ്യേണ്ടി വരുന്നു. മാന്യുവർ ആരാ ചെയ്യണമെന്ന് വെച്ചാല് ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് ചെയ്യണത്. എല്ലാ ഫിസിയോതെറാപ്പിസ്റ്റും ചെയ്യില്ല. മാന്യുവർ ചെയ്യുന്ന ഫിസിയോതെറാപ്പിസ്റ്റ് വേറെ ആൾക്കാരാണ്. ഇപ്പൊ നമുക്കൊരു കയ്യില് ജോയിന്റില് എന്തെങ്കിലും റുമാറ്റിസം ഉണ്ടെങ്കിലും ഒക്കെ നമ്മൾ അവരോട് ഫിസിയോതെറാപ്പി ആസ് എൻ ഓക്സിലറി മെത്തേഡ്, ദാറ്റ് ഇസ് നോട്ട് എന്താ പറയാ മെഡിക്കേഷൻ അല്ലല്ലോ, ഇത് നമുക്ക് അതും വേണ്ടി വരും. അപ്പൊ അത് അങ്ങനെ ആ മാന്യുവർ ചെയ്യണ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ അടുത്തേക്ക് അവര് പറഞ്ഞയക്കുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇതെങ്ങനെയാ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം പേഷ്യന്റ് വിൽ സിറ്റ് അപ്രൈറ്റ്, ആദ്യം നേരെ ഇരിക്കുക, പിന്നെ ഒരു 45 ഡിഗ്രിയിലേക്ക് തല തിരിക്കുക, അങ്ങനെ തിരിച്ചുകൊണ്ട് തന്നെ. അപ്പൊ ആ നമ്മുടെ ഫിസിയോതെറാപ്പിസ്റ്റ് നമ്മുടെ ഫേസ് ഇങ്ങനെ പിടിക്കും, അങ്ങനെ തന്നെ കിടക്കുക. കിടന്നു കഴിഞ്ഞിട്ട് അത് ഒരു കൗണ്ട് ചെയ്യും, ഇങ്ങനെ ഇരുന്നിട്ട് കൗണ്ട് ചെയ്യും, ഒരു 30 കൗണ്ട് ചെയ്യും, പിന്നെയും കിടത്തിയിട്ട് ഒരു 30 കൗണ്ട്, പിന്നെ അതേമാതിരി തന്നെ ഫുള്ളായിട്ട് ക്വിക്ലി ലൈ ബാക്ക് വിത്ത് ഹെഡ് ഹാങ്ങിങ്. ഹെഡ് ഹാങ്ങിങ്ങിനെ കാട്ടിലും അവര് സൈഡിലേക്ക് തിരിയാനാണ് പറയാ. ഹെഡ് ഹാങ്ങിങ് ചിലവർക്ക് തല ഇറങ്ങി ഛർദ്ദിക്കാറുണ്ട്, അങ്ങനെ ചെയ്യാറുണ്ട്. അത് ഒരു 30 to 60 seconds പിടിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നേരെ എണീറ്റ് ഇരിക്കുക, മറ്റേ സൈഡിൽ അതുപോലെ തന്നെ തിരിക്കുക, തിരിഞ്ഞുകൊണ്ട് തന്നെ കിടക്കുക. ഇങ്ങനെ 2 സൈഡിലും ഇങ്ങനെ മാറി മാറി അത് ചെയ്യണം. അങ്ങനത്തെ ഒരു 3 സിറ്റിംഗ് കഴിയുമ്പോൾ തന്നെ, ആഴ്ചയിൽ ഒരിക്കലൊക്കെയാണ് സിറ്റിംഗ് നടക്കുക. ഇതൊരു 3 സിറ്റിംഗ് കഴിയുമ്പോൾ തന്നെ ഇത് വളരെ വ്യത്യാസം വരാറുണ്ട്. അപ്പം BPPVക്ക് മാന്യുവർ ചെയ്യണം എന്നുള്ളത് മാൻഡേറ്ററി ആണ്. ഏത് മെഡിസിനെ കാട്ടിലും ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ് മാന്യുവർ. ആ എപ്ലീസ് മാന്യുവർ ചെയ്യുന്ന ആൾക്കാര് തന്നെ നമ്മൾ റെഫർ ചെയ്യേണ്ടി വരും. Uses gravity to move otoliths from semicircular canal black to the article. Aftercare, avoid sudden head movements for 24 hours. ഇത് ചെയ്ത് കഴിയുമ്പോൾ കുറെ നേരത്തേക്ക് അവർ ഇച്ചിരി ഡിസ്ഓറിയന്റഡ് ആയിരിക്കും. സഡൻ ആയിട്ട് തല തിരിയുക, സഡൻ ആയിട്ട് മേപ്പോട്ട് നോക്കുക, ഇതൊക്കെ അവോയ്ഡ് ചെയ്യേണ്ടി വരും ഓൾമോസ്റ്റ് ഫോർ 24 hours. സ്ലീപ്പ് വിത്ത് ഹെഡ് സ്ലൈറ്റ്ലി എലിവേറ്റഡ്, കാരണം ഹെഡ് താഴോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആ തലയിറക്കുണ്ടാവും. Repeat maneuver if needed. Success rate 80 to 90% within 1 to 3 sessions ആണ്. What are the contraindications? ഇതിങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത ടൈം സെർവൈക്കൽ സ്പൈൻ പ്രോബ്ലംസ് ഉണ്ട്. സെർവൈക്കൽ ഇഞ്ചുറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരത് ചെയ്യാൻ പാടില്ല. കാരണം അവരിങ്ങനെ തിരിയുക, കിടത്തുക, അപ്പൊ അത് ഇറ്റ് ക്യാൻ കോസ് അത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാറുണ്ട്. സിവിയർ കാരോട്ടിഡ് സ്റ്റിനോസിസ് അല്ലെങ്കിൽ നെക്ക് ട്രോമ എന്തെങ്കിലും ഉണ്ടെങ്കിലും ചെയ്യാൻ പാടില്ല.
ഇനി അടുത്തത് സൈക്കോഡൈനാമിക് ആണ്. സൈക്കോഡൈനാമിക്കിനെ പറ്റി ഓഫ് വെർട്ടൈഗോ ആണ്. അത് പറയണ മുമ്പ് സൈക്കോഡൈനാമിക്സ് എന്താന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. മാം ഒരു മിനിറ്റ്, ഞാൻ അതൊന്ന് സ്ക്രീനിൽ നിന്ന് മാറ്റട്ടെ. What is psychodynamics? Psychodynamics refers to the inner emotional conflicts, unconscious processes, and mental patterns that influence a person's behavior, personality, and even physical disease. നോക്കൂ, സാധാരണ നമ്മൾ എന്താണ് ഇത് നമ്മൾ പെർട്ടിക്കുലേഴ്സ് ടു ജനറൽ, ജനറൽസ് ടു പെർട്ടിക്കുലർ എന്നുള്ള മട്ടിലാണ് ഞാനിപ്പോൾ നോക്കുന്നത്. സാധാരണ നമ്മൾ ഇൻഡിവിജ്വൽ കേസ് എടുത്ത് ആ ഇൻഡിവിജ്വലൈസേഷൻ കൊണ്ട് ഒരു ആളുടെ അസുഖം മാറ്റും. ഇപ്പൊ അസുഖത്തിനുള്ള ഒരു സൈക്കോഡൈനാമിക് ആണ് നമ്മളിപ്പോ പറയാൻ പോകുന്നത്. അവിടെ നിന്ന് നമ്മൾ ഇൻഡിവിജ്വലിന്റെ അടുത്ത് നമുക്ക് പ്രോബബ്ലി ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ് സൈക്കോഡൈനാമിക്സിലൂടെ നമുക്ക് കിട്ടുക. കുറെ ഡോക്ടേഴ്സ് ഉണ്ട്, അതിപ്പം സൈക്കോഡൈനാമിക്സിന്റെ ബേസിസിൽ നമ്മൾ വർക്ക് ചെയ്യണ ആ ബുക്സ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെയാന്നുള്ളത്. അപ്പൊ ദാറ്റ് വിൽ ഹെൽപ്പ് us ഇൻ ആ ഒരു അസുഖത്തിന്റെ സൈക്കോഡൈനാമിക്സിൽ നിന്ന് എന്തൊരു പ്രോബബിൾ സിനേറിയോ ഉണ്ടായിട്ടുണ്ടാവാം ഈ അസുഖം വരാന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. In other words, it is a study of how suppressed emotions or conflicts and unconscious mind affects the health and disease. എന്ന് വെച്ചാല് സപ്രസ്ഡ് എമോഷൻസോ കോൺഫ്ലിക്ട്സോ എന്തായാലും നമ്മുടെ എങ്ങനെ നമുക്കൊരു സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് നമ്മൾ പറയുന്ന പറ്റിയാണ് ഇത്. കോർ കോൺസെപ്റ്റ് എന്താ വെച്ചാല് മൈൻഡ് ഹാസ് കോൺഷ്യസ്നെസ്, സബ് കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് ലേയേഴ്സ്. Unresolved emotions leads to internal conflict. In the sense, നമുക്ക് കോൺഷ്യസ്നെസ് ഉണ്ട്, സബ് കോൺഷ്യസ് ലെവൽസ് ഉണ്ട്, അൺകോൺഷ്യസ് ലേയേഴ്സ്, നമുക്ക് മനസ്സിലാവാൻ പറ്റാത്ത ലേയേഴ്സ് ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്നത്. കോൺഫ്ലിക്റ്റ് എക്സ്പ്രസസ് ത്രൂ ബിഹേവിയേഴ്സ്, ഇമോഷൻസ് ആൻഡ് ഫിസിക്കൽ സിംറ്റംസ്. അപ്പൊ നമുക്ക് ഉള്ളിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ ഒന്നെങ്കിൽ നമ്മൾ കരഞ്ഞോ, അല്ലെങ്കിൽ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കിയോ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വലിച്ചെറിയോ, അല്ലെങ്കിൽ അതൊരു സൈക്കോസൊമാറ്റിക് ഡിസീസ് ആയിട്ടോ മാറാൻ വഴിയുണ്ട്. In homeopathy, psychodynamics helps in understanding the patient as a whole, finding the root cause, that is the miasmatic plus emotional, individualizing the remedy. Example, vertigo, not just inner ear issue, may reflect loss of control, fear of instability, confusion in life. അപ്പം ഈ ഒരു മൂന്ന് ആംഗിളിലും കൂടെ നമുക്കത് നോക്കേണ്ടി വരും. Key principles: disease begins in mind, dynamic plane. Suppression, it leads to deeper pathology. മനസ്സിലാണ് നമ്മുടെ അസുഖങ്ങൾ തുടങ്ങാന്നുണ്ടെങ്കിൽ അതിങ്ങനെ സപ്രസ് ചെയ്യാൻ നേരത്ത് അത് നമുക്ക് ഒരു പാത്തോളജിക്കൽ സിംറ്റം ആയിട്ട് അതെല്ലാം ഹോമിയോ ഡോക്ടേഴ്സിന് അറിയുന്നതാണ്, എനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. Emotions influence organ system and each symptom has a meaning. ഇപ്പൊ നമ്മൾ എന്താ വെച്ചാല് ഈ സൈക്കോഡൈനാമിക്സ് നമ്മൾ എന്താ പഠിക്കണമെന്ന് വെച്ചാല് ഓരോ സിംറ്റത്തിനും ഓരോ അസുഖത്തിനും അതിന് അർത്ഥമുണ്ട്. Psychodynamics is a study of unconscious emotional conflicts. These conflicts influence behavior and disease, and in homeopathy it helps to find the root cause of illness. നമ്മുടെ സൈക്കോഡൈനാമിക്സും വെച്ചുള്ള ബുക്സ് ആണ് നമ്മുടെ ഹോമിയോപ്പത്തിയിലുള്ള ബുക്സിനെ പറ്റി ഞാൻ ആദ്യം പറയാം, പിന്നെ ബാക്കിയുള്ള ബുക്സ് പറയാം. രാജൻ ശങ്കറിന്റെ സാറിന്റെ സെൻസേഷൻ മെത്തേഡ് അതൊരെണ്ണാണ്. സ്പിരിറ്റ് ഓഫ് ഹോമിയോപ്പത്തി അനദർ വൺ, അതിന്റെയും സൈക്കോഡൈനാമിക്സ് ആണ് അതിന്റെ ഇത് കോറ്. സോൾ ഓഫ് റെമഡീസ്, വിറ്റോൾക്ക സാറിന്റെ എസൻസ് ഓഫ് മെറ്റീരിയ മെഡിക്ക, ജെയിംസ് ടൈലർ കെന്റിന്റെ ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പത്തിക് ഫിലോസഫി. ഇതൊക്കെ ആ ഒരു ബേസിസിലാണ് ഈ ബുക്സിന്റെ കോറ്. സൈക്കോ അനാലിറ്റിക് ബുക്ക് സിഗ്മണ്ട് ഫ്രൂഡിന്റെ ഉണ്ട്. അങ്ങനെയാണ് ഈ മെന്റൽ ഡിസീസസിന്റെ ഒക്കെ സൈക്കോളജിക്കൽ ഡിസീസസിന്റെ ഏറ്റവും ആദ്യത്തെ ഒരു ഹി ഈസ് ദ കോർ ഫൗണ്ടർ ഓഫ് ഓൾ ദിസ് ആൻഡ് അവർ അങ്ങേരുടെ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ്, മാൻ ആൻഡ് ഹിസ് സിംബിൾസ് ബൈ കാൾ ജങ്. ഈ ബുക്സ് ഒക്കെ നമ്മൾ ഇറ്റ് ഹെൽപ്സ് us in finding the psychodynamics of diseases. ഞാൻ റെഫറൻസിന് വേണ്ടി തന്നേ ഉള്ളൂ. Man and his symbols by Carl Jung. The body keeps the score, that is by Bessel van der Kolk.
ഫീലിങ്സ് ബറീഡ് അലൈവ് നെവർ ഡൈ, അത് വേറൊരു ബുക്കാണ്, ട്രൂമാൻ്റെ ആണത്. മെസ്സേജ് ഫ്രം ദ ബോഡി, മൈക്കൽ ജെ ലിങ്കന്റെ മെസ്സേജസ് ഫ്രം ദ ബോഡി. ഇതൊക്കെയാണ് ബുക്സ് നമുക്ക് വായിക്കാൻ പറ്റിയതും റെഫർ ചെയ്യാൻ പറ്റിയതും. 2 മിനിറ്റ് വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാം, ആർക്കെങ്കിലും എഴുതി വയ്ക്കാനുണ്ടെങ്കിൽ. സൈക്കോഡൈനാമിക്സ് ഓഫ് വെർട്ടൈഗോ എന്താണെന്ന് വെച്ചാൽ, കോർ ഇമോഷണൽ തീം ഇസ് ലോസ് ഓഫ് കൺട്രോൾ, ഫിയർ ഓഫ് ഫാളിംഗ്, ഇൻസെക്യൂരിറ്റി, confusion in life direction, emotional imbalance, conflict between head and heart. Loss of control. Appa usually type A personalities nokka അവർക്ക് ആ കൺട്രോളിങ് ചെയ്യുന്ന ആൾക്കാർ എല്ലാം ഞാൻ പറയുന്ന അനുസരിച്ച് എന്നെ ഉണ്ടാവണം എന്ന് പറയുമ്പോൾ നമുക്ക് ചില ടൈപ്പ് എ പേഴ്സണാലിറ്റീസിന്റെ മെഡിക്കേഷൻസ് നമുക്ക് ആലോചിക്കാം. ഫിയർ ഓഫ് ഫാളിംഗ്, ഇൻസെക്യൂരിറ്റി. വെർട്ടൈഗോ എൻ്റെ ഒരു കേസ് ഞാൻ ബൊറാക്സ് കൊണ്ട് ബെറ്ററായി. താഴോട്ട് വരുമ്പോൾ അവർക്ക് തലകറങ്ങും. ബൊറാക്സ് ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല, പക്ഷെ ആ ഒരു അവരുടെ ടിപ്പിക്കൽ ആയിരുന്നു, ബേണിംഗ് സെൻസേഷനും അതും ഇതൊക്കെ ബൊറാക്സ് തന്നെ വരണ്ടായിരുന്നു. പിന്നെ അവർ ആ ഡൗൺവേർഡ് മോഷന്റെ സമയത്ത് അവർക്ക് തലകറക്കം വരുമായിരുന്നു. അപ്പൊ അതൊരു ബൊറാക്സിൽ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. കൺഫ്യൂഷൻ ഇൻ ലൈഫ് ഡയറക്ഷൻ. ചില മെഡിസിൻസ് ഒക്കെ നമ്മൾ സൈക്ലമെൻ, കൺഫ്യൂഷൻ ഇൻ ലൈഫ് ഡയറക്ഷൻ ഫോർ എ മെനോപോസൽ ടുവേർഡ്സ് അറ്റ് മെനോപോസ് വരുന്ന ഒരു ലേഡിക്ക് സൈക്ലമെന്റിൽ ബെറ്റർ ആയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത മരുന്നുകളൊക്കെ ആയിരിക്കും വരണ്ടാവുക, പക്ഷെ അവരുടെ വേറെ സിംറ്റംസ് ഒക്കെ വെച്ചിട്ട് സൈക്ലമെൻ ചിലപ്പോൾ നമ്മൾ മെൻസസിനായിരിക്കും കൊടുക്കണ്ടാവുക, അവരുടെ വെർട്ടൈഗോം കൂടി ബെറ്റർ ആവുന്നുണ്ട്. ഇമോഷണൽ ഇംബാലൻസസ്, കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ഹെഡ് ആൻഡ് ഹാർട്ട്. ഒരു ഘട്ടം വരുമ്പോൾ ചിലവർക്ക് എനിക്ക് കുറച്ചും കൂടെ ഫ്രീ ആയിട്ടിരിക്കണം ലൈഫിൽ എന്ന് തോന്നാറുണ്ട്. പക്ഷെ അത് നമുക്ക് കുറെ വി വിൽ ഹാവ് ഓബ്ലിഗേഷൻസ് ആൻഡ് നമുക്ക് കുറെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും. ആ ഉത്തരവാദിത്തം ചെയ്യാണ്ടിരിക്കാനും പറ്റില്ല, പക്ഷെ എന്നാൽ ഫ്രീ ആയിട്ട് ഇരിക്കാനും പറ്റില്ല. ഇങ്ങനത്തെ ഒക്കെ ഒരു സ്റ്റേജസിലൊക്കെ വരുമ്പോൾ ദാറ്റ് ക്യാൻ ബി, അത് ഒരു കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ഹെഡ് ആൻഡ് ഹാർട്ട് എന്നുള്ള ഒരു രൂപത്തിൽ നമുക്കതിനെ എടുക്കാം. 3 ലൈൻസിൽ സൈക്കോഡൈനാമിക്സ് എസൻസ് ആണ് ഞാൻ പറയുന്നത്. ഐ എം ലൂസിങ് മൈ ബാലൻസ് ഇൻ ലൈഫ്, ഐ ഡോണ്ട് ഫീൽ ഗ്രൗണ്ടഡ് ഓർ സെക്യൂർ, ഐ എം കൺഫ്യൂസ്ഡ് അബൌട്ട് ഡയറക്ഷൻ. ഓക്കെ, ഇത് 3 സൈക്കോഡൈനാമിക്സ് ഓഫ് വെർട്ടൈഗോ പോലെ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഇനി ഹോമിയോപ്പത്തിക് മെഡിസിൻസിലേക്ക് പോവാം. മാം, am I too fast? അല്ലല്ല. ഏറ്റവും ആദ്യം ഉള്ളത് കൊണിയമാക്ക് ആണ്. കൊണിയമാക്ക് വെർട്ടൈഗോ ഫ്രം ടേണിംഗ് ഓർ പൊസിഷൻ, തിരിയുമ്പോഴും പൊസിഷണൽ വെർട്ടൈഗോ ഒക്കെ ഏറ്റവും നല്ലൊരു മരുന്നാണ്. വെർട്ടൈഗോ ആൻഡ് ടേണിംഗ് ഇൻ ബെഡ് വെരി ക്യാരക്ടറിസ്റ്റിക്സ് കൊണിയമാണ്. വേഴ്സ് ടേണിംഗ് ഹെഡ്, ലൈയിങ് ഡൗൺ, റൈസിങ്, ബെറ്റർ lying still. Sensation or object, it revolves around the patient. It is associated with nausea, weakness. What kind of people are affected? Elderly. Sorry, I went on to English. Vertigo, കിടക്കാൻ നേരത്ത് ഉണ്ടാവുന്ന തലകറക്കം, തല ഇങ്ങനെ തിരിയുമ്പോഴോ താപ്പോട്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ സഡൻ ആയിട്ട് എണീക്കുമ്പോഴോ ഒക്കെ ഉണ്ടാവുന്ന ഇതില് കൊണിയം കൊടുക്കാം. അനങ്ങാണ്ട് കിടന്ന അത് കുറച്ചൊന്ന് ബെറ്റർ ആവുന്നുണ്ട്. സെൻസേഷൻ, എല്ലാ സാധനങ്ങളും നമ്മുടെ ചുറ്റും, ദാറ്റ് ഈസ് എ ടിപ്പിക്കൽ വെർട്ടൈഗോ സിംപ്റ്റം. അതിന്റെ കൂടെ ഉണ്ടാവുന്നത് നോഷ്യ അല്ലെങ്കിൽ ഓക്കാനം വരിക, ക്ഷീണം. പേഷ്യന്റ് ടൈപ്പ് വയസ്സായിട്ടുള്ള ആൾക്കാര്, ഡീജനറേറ്റീവ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാകുന്ന ആൾക്കാര്. അപ്പം നാച്ചുറലി MS ഉണ്ടാവാം. വയസ്സ് ആയിട്ടുള്ള ആൾക്കാര് എല്ലാം നമ്മുടെ നെർവ്സും ഇതുമൊക്കെ ഡീജനറേറ്റ് ചെയ്യുന്ന സമയമാണ്. ഇവരുടെ സൈക്കോഡൈനാമിക്സ് എന്താന്ന് വെച്ചാൽ ഫിയർ ഓഫ് ലൂസിങ് സ്റ്റെബിലിറ്റി, ഫിയർ ഓഫ് ആൻഡ് സപ്രസ്ഡ് സെക്ഷുവാലിറ്റി ഓർ റിജിഡിറ്റി. എന്താ വെച്ചാൽ ഒരു പെർട്ടിക്കുലർ ഏജ് കഴിയുമ്പോൾ മെനി പീപ്പിൾ ഫീൽ ദിസ് ഇസ് നോട്ട് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് മൈ ലൈഫ്, പക്ഷെ ഇറ്റ് വിൽ ബി സപ്രസ്ഡ്. അതിന് നമുക്ക് കൊടുക്കാൻ പറ്റിയതാണ് ഫിയർ ഓഫ് ലൂസിങ് സ്റ്റെബിലിറ്റി. സ്റ്റെബിലിറ്റി എന്ന് വെച്ചാൽ നമ്മളൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ലൈഫ്, ജോബ് ഒക്കെ ഉണ്ടാവുന്ന ഒരാൾക്കാർ ഒരു 60 കഴിയുമ്പോൾ അവർക്ക് ആ സ്റ്റെബിലിറ്റി ലൂസ് ചെയ്യുക. ഇതാണ് അതിന്റെ കോർ സൈക്കോഡൈനാമിക് ഇൻ കൊണിയം. രണ്ടാമത്തത് ബ്രയോണെ ആൽബ, വെർട്ടിഗോ ഫ്രം മോഷൻ. അനങ്ങാൻ നേരത്തും ഏറ്റവും ലീസ്റ്റ് മൂവ്മെന്റ് ഒന്ന് തിരിയുമ്പോഴത്തേ ഒന്ന് തിരിഞ്ഞാൽ മതി ഡോക്ടർ, അപ്പം എനിക്ക് തലയിറങ്ങും. ലൈക്ക് ദാറ്റ് ഈസ് വാട്ട് വി ഗീവ് ബ്രയോണിയ ഫോർ
അബ്സല്യൂട്ട് റെസ്റ്റ് ആൻഡ് ലൈയിങ് ഡൗൺ കുണിയത്തിനും ഉണ്ട് ഇത്. പക്ഷെ കുണിയത്തിന് കിടന്നുകൊണ്ട് തിരിയുമ്പോഴൊക്കെയാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. ബ്രയോണിക്ക് നിന്നുകൊണ്ട് തിരിഞ്ഞാൽ പോലും അവർക്ക് ഒന്ന് തല അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഉണ്ടാവാറുണ്ട്. സർവൈക്കൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ബ്രയോണിയ നല്ല മെഡിസിൻ ആണ്. സറൗണ്ടിങ് സ്പിൻസ് ഓൺ മൂവ്മെന്റ്, ഒന്ന് അനങ്ങിയാൽ മതി, ഇത് ചുറ്റുമൊക്കെ ഇങ്ങനെ കിടന്ന് കറങ്ങാണ്. ഡ്രൈനസ് ഉണ്ടാവും, ചിലപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും, ഹെഡ് ഏക്സ് ഉണ്ടാവും. പേഷ്യന്റ് ടൈപ്പ് എന്താ വെച്ചാൽ വെരി ഇറിറ്റബിൾ. എന്നെ ഒന്ന് വെറുതെ വിട്ടാൽ മതി, എനിക്ക് ഒത്തിരി ഇറിറ്റേറ്റഡ് ആവണ്ടേ, ഒന്ന് എന്തെങ്കിലും ചോദിച്ചാൽ ഐ ഗെറ്റ് ഇറിറ്റേറ്റഡ്, എനിക്ക് ദേഷ്യം വരും. അങ്ങനത്തെ വേഗം ദേഷ്യം വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ബ്രയോണിയ. സൈക്കോഡൈനാമിക്സ് എന്താ വെച്ചാല് ഫിയർ ഓഫ് ഡിസ്റ്റർബൻസ്. ഡിസ്റ്റർബൻസ് എന്ന് വെച്ചാൽ ആരും എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല, എന്നെ വെറുതെ വിട്ടേക്കണം, ഞാൻ അവിടെ ഇരിക്കും, നിങ്ങൾ ഇങ്ങനെ ചോദ്യങ്ങളും ചോദിക്കാനോ അല്ലെങ്കിൽ അത് ഇതൊക്കെ ചെയ്യാനായിട്ട് എൻ്റെ അടുത്ത് വരണ്ട. അങ്ങനെയാണ് ബ്രയോണിയ ആൾക്കാർ. ഡിസയർ ഫോർ കൺട്രോൾ ആൻഡ് സ്റ്റെബിലിറ്റി. കൺട്രോള് അവരെന്താ വെച്ചാൽ അവർക്ക് ആരുടെയും മറ്റുള്ള ആള് പറയണ മാതിരി ഇപ്പൊ ഒരു ഡോക്ടർ വന്നിട്ട് അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നൊക്കെ പറയുകയാണെങ്കിൽ ദേ ആർ ലൂസിങ് കൺട്രോൾ. കാരണം അവർക്ക് മറ്റുള്ളവർ പറയണ അനുസരിച്ച് ഞാൻ നിൽക്കേണ്ടി വരുന്നു. ഫിയർ ഓഫ് ലൂസിങ് കൺട്രോൾ. അത് ചിലപ്പം കുറച്ചൊന്ന് വയസ്സായി കഴിയുമ്പോൾ ആൾക്കാർ ദേ വിൽ ഹാവ് ടു ലിസൺ ടു ദെയർ ചിൽഡ്രൻ. അപ്പൊ അതിലും വരാറുണ്ട് ഫിയർ ഓഫ് കൺട്രോൾ, ഡിസയർ ഫോർ കൺട്രോൾ. അപ്പൊ അവർക്ക് അപ്പോഴും അവർക്ക് വേണം, ദേ വോണ്ട് ടു ഹാവ് ദ റെയിൻ. അങ്ങനെ ഉണ്ടാവുന്ന കേസസിലും ചിലപ്പോൾ ബ്രയോണിയ കൊടുക്കാറുണ്ട്. പിന്നെ ഉള്ളത് ജൽസീമിയ ആണ്. വെർട്ടിഗോ വിത്ത് ഡൾനെസ് ആൻഡ് വീക്ക്നെസ്, ഹെവിനെസ് ഓഫ് ഹെഡ് ഉണ്ടാവാറുണ്ട്. ഇമോഷണൽ, തല ഒരുമാതിരി കനം ഉണ്ടാവുന്നു ഡോക്ടറെ എന്ന് പറയുന്ന ആൾക്കാർക്ക് ജൽസീമിയ നല്ലൊരു മരുന്നാണ്. ഇമോഷണൽ എക്സൈറ്റ്മെന്റ്, ആന്റിസിപ്പേഷൻ, അയ്യോ ഇനി എന്താണാവോ ആവാൻ പോണേ മുമ്പോട്ട് എന്നുള്ളത് ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ പിടിക്കുന്ന ആൾക്കാർക്കും നമുക്ക് ജൽസീമിയ കൊടുക്കാൻ പറ്റിയതാണ്. ബെറ്റർ റെസ്റ്റ്, അവർക്ക് എപ്പോഴും ഒരു തൂങ്ങി ഇങ്ങനെ ഇരിക്കും. ഡ്രൗസിനെസ്, ട്രെംബ്ലിംഗ്, ബ്ലർഡ് വിഷൻ, കണ്ണിന്റെ മുമ്പിൽ കാഴ്ചക്കുറവ് ഇങ്ങനെയൊക്കെ വരാൻ നേരത്ത്, കണ്ണിന്റെ കാഴ്ചക്കുറവൊക്കെ വരാൻ നേരത്ത് നമുക്ക് ജൽസീമിയത്തിനെ പറ്റി വി ക്യാൻ തിങ്ക് ഓഫ് ഇറ്റ്. എങ്ങനത്തെ ആൾക്കാർക്കായിരിക്കും അത്? ഒരു ടിമിഡ് ആയിട്ടുള്ള ആൾക്കാർ, അങ്ങനെ ബ്രയോണിയെ പോലെ ഇറിറ്റേറ്റ് ഒന്നും ആയിരിക്കില്ല അവര്. സ്റ്റേജ് ഫിയർ ഉണ്ടാവും, അർജന്റന്മാരിയൊക്കെ അവർക്കും സ്റ്റേജ് ഫിയർ ഉണ്ടാവും. സൈക്കോഡൈനാമിക്സ് ഇസ് എ പാരലൈസിങ് ഫിയർ എന്ന് വെച്ചാല് എന്നെ മരവിപ്പിക്കുന്ന ഒരു പേടി, ലാക്ക് ഓഫ് കോൺഫിഡൻസ്. ഇതാണ് അതിന്റെ സൈക്കോഡൈനാമിക്സ് ഓഫ് ജൽസീമിയ. മാം, can I go to the next slide? No, yes. Cocculus indicus, മോഷൻ സിക്നസ്, വെർട്ടിഗോ നമുക്കറിയാം. വെർട്ടിഗോ ഫ്രം ട്രാവൽ, കാർ, ബോട്ട്, അനങ്ങുന്ന സാധനങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് തലറങ്ങും. വേഴ്സ് ലോസ് ഓഫ് സ്ലീപ്പ്. കോക്കുലസിന് എന്താ പറ്റുക വെച്ചാല് അവര് ഒത്തിരി ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് അങ്ങ് കെയർ ചെയ്യുന്ന വെച്ചാൽ ഒരാൾക്ക് പനിയാന്ന് വെച്ചാൽ ചിലപ്പോ ഒരു ക്രോസിന് എടുത്തിട്ട് കിടന്നുറങ്ങുണ്ടാവും. പക്ഷെ ഇവർ ഉറങ്ങത്തില്ല, ഇവരങ്ങനെ നോക്കിയിരിക്കും അവരുടെ മുമ്പില്, ഇടയ്ക്ക് തൊട്ടൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ അവര് കെയർ ആണോന്ന് വെച്ചാൽ ഇത് ഓവർ കെയർ ആണോ? അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് എന്താ പറ്റുക വെച്ചാൽ ദേ വിൽ ലൂസ് എ സ്ലീപ്പ്. പിന്നെ മോഷൻ, വി ഓൾറെഡി നോ, അത് ആദ്യം നേരത്തെ പറഞ്ഞ മാതിരി മോഷൻ സിക്നസ്. റെസ്റ്റ് എടുത്താൽ കുറച്ചൊന്ന് ഭേദാവും. അസോസിയേറ്റഡ് വിത്ത് സിവിയർ നോഷ്യ ആൻഡ് വോമിറ്റിംഗ്. അപ്പൊ രാത്രി മുഴുവൻ ഉറങ്ങാത്ത ഒരാള് നാച്ചുറലി രാവിലെ ആകുമ്പോൾ യുനോ പിത്തം ഛർദ്ദിക്കുക, തലർക്കം വരിക, ഇതൊക്കെ കോമൺ ആണ്. ആർക്കാണ് ഇത് ചേരുന്നത്? കെയർ ടേക്കേഴ്സ് ആൻഡ് സ്ലീപ്പ് ഡിപ്രൈവ്ഡ് പീപ്പിൾ. വെച്ചാൽ ഉറക്കം ഒളിച്ചിങ്ങനെ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത് കൊടുക്കാൻ പറ്റിയതാണ്. കോക്കുലസിന്റെ സൈക്കോഡൈനാമിക്സ് എന്താ വെച്ചാല് എക്സോഷൻ ഫ്രം റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാല് കൂടുതൽ റെസ്പോൺസിബിലിറ്റി, ആവശ്യമുള്ള റെസ്പോൺസിബിലിറ്റി ആണോ അല്ലേ എന്നുള്ളതല്ല, അവരെടുക്കുന്നത് ഒത്തിരി റെസ്പോൺസിബിലിറ്റി. ശരിക്കും അവർ ടിപ്പിക്കൽ ഹെർക്കുലസ് ആണ്. അവർ ആ ഗ്ലോബ് താഴെ വെച്ച് കഴിഞ്ഞാൽ ആ ഗ്ലോബ് ഓടിപ്പോകുന്നുള്ളൊരു മട്ടാണ് അവർക്ക്. കോക്കുലസ് ആണ്. ഓവർ കെയർ ഫോർ അതേഴ്സ്, ഒത്തിരി അധികമായിട്ട് മറ്റുള്ളവർക്ക് കെയർ ചെയ്യും. പിന്നെ ഉള്ളത് ബെല്ലഡോണയാണ്. സഡൻ കൺജസ്റ്റീവ് വെർട്ടിഗോ, സഡൻ ഓൺസെറ്റ് ആണ്. കൺജസ്റ്റീവ്, സഡൻ ആയിട്ട് വരും, കൺജഷൻ ഉണ്ടാവും. സഡൻ ഓൺസെറ്റ് ആണ്, വൈലന്റ് ആയിട്ടുള്ള ഒരു വെർട്ടിഗോ ആണ്. ആഗ്രിവേഷൻ, ലൈറ്റ്, നോയ്സ്, ജാറിങ്. നോയ്സിൽ തെറിഡോണും കൂടെ ഉണ്ട്. വേഴ്സ് ലൈറ്റ്, നോയ്സ്, ജാറിങ് ഒന്ന് അനങ്ങുമ്പോഴത്തേക്കും ഇവർക്കും ഉണ്ടാവാറുണ്ട്. റെസ്റ്റ്, ഡാർക്ക് റൂമിൽ ദേ ഫീൽ ബെറ്റർ. അസോസിയേറ്റഡ് സിംറ്റംസ് എന്താണ്? ത്രോബിങ്, ഹെഡ് ഏക്ക് ഉണ്ടാവും, ചുമന്ന ഫേസ് ആയിരിക്കും. അക്യൂട്ട് ഇന്റൻസ് പേഷ്യൻസ് ആയിരിക്കും, എന്ന് വെച്ചാൽ സഡൻ ആയിട്ട് വരുന്ന ഓൺസെറ്റ് നമുക്ക് ആലോചിക്കാം. സഡൻ ഇമോഷണൽ ഔട്ട്ബേഴ്സ്, എന്തെങ്കിലും ഒന്ന് ആവുക, സഡൻ ആയിട്ട് കിടന്ന് ഒച്ചയമ്പകളൊക്കെ ഉണ്ടാക്കുക, ഹീറ്റ്, ഇന്റൻസിറ്റി, ആ കൂടെ ഒരു ചുമന്ന് തുടുത്ത് ശരിക്കും ഒന്ന് ലൈക്ക് ഗ്ലോയിങ് പേഴ്സൺ ആണ്, ചുമന്നിരിക്കുന്ന ആളെ നമുക്ക് ആലോചിക്കുമ്പോൾ ബെല്ലഡോണയാണ് ഓർമ്മ വരിക.
പിന്നെ ഉള്ളത് നക്സോമിക്കാണ്. ഓക്കെ, സോ ഇൻ ദിസ് ഇറ്റ് ഇസ് ലൈഫ് സ്റ്റൈൽ ഇൻഡ്യൂസ്ഡ് വെർട്ടൈഗോ. ഇതിൽ എന്താ പറ്റുക? വെർട്ടൈഗോ ഫ്രം ഓവർവർക്ക്, ആൽക്കഹോൾ, ലേറ്റ് നൈറ്റ്സ്. വി നോ നക്സോമിക്ക ടു ബി എ ടിപ്പിക്കൽ ടൈപ്പ് എ പേഴ്സണാലിറ്റി. ടൈപ്പ് എ പേഴ്സണാലിറ്റി എന്ന് വെച്ചാൽ ഇങ്ങേർക്ക് എപ്പോഴും ഹി വാണ്ട്സ് ടു ബി നമ്പർ 1. ഹി വാണ്ട്സ് ടു ബി ദ പേഴ്സൺ ഹു ഹാസ് ടു ബി ലീഡിങ് ഇൻ എവറിഥിങ്. ഓക്കെ, അഗ്രവേഷൻ, രാവിലെ മോർണിംഗിൽ എണീറ്റ് കഴിഞ്ഞാൽ കുറെ മെന്റൽ സ്ട്രെയിൻ കഴിയുമ്പോൾ ഇവർക്കും റെസ്റ്റ് ചെയ്താൽ ബെറ്റർ ആണ്. അസോസിയേറ്റഡ് സിംറ്റംസ് പറയുന്നത് ഇറിറ്റബിലിറ്റി ഉണ്ടാവും, ഗ്യാസ്ട്രിക് കംപ്ലയിൻസ് ഉണ്ടാവും. ടിപ്പിക്കൽ, ഐ ഡോണ്ട് ഹാവ് ടു ടെൽ. ടൈപ്പ് എ പേഴ്സണാലിറ്റി സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽസ് ആണ്. സൈക്കോഡൈനാമിക്സ് കൺട്രോൾ ഡ്രിവൻ ആൻഡ് കോമ്പറ്റേറ്റീവ് സ്ട്രെസ്. ഇടയ്ക്ക് സൂര്യനൊന്ന് വങ്ങുന്ന പോലെ. ഇല്ല മാം, എനിക്കൊരു ഇച്ചിരി ലാരിഞ്ചൈറ്റിസ് ഉണ്ട്, കുറച്ചൊന്ന് വെള്ളം കുടിക്കാൻ ആ, ഇടയ്ക്ക്. വെള്ളം കുടിക്കാൻ അല്ലെ, മനസ്സിലായി. അല്ലെ, ഇടയ്ക്ക് ഈ സൂര്യൻ ഒന്ന് അപ്രത്യക്ഷമാകുമ്പോഴേ ഒന്ന് മങ്ങുമ്പോ നമ്മള് പറയും സൂര്യൻ വെള്ളം കുടിക്കാൻ പോയത് പറഞ്ഞ പോലെ. സോറി. ഓക്കെ, പിന്നെ ഉള്ളത് ഫോസ്ഫറസ് ആണ്. വീക്ക്നെസ് റിലേറ്റഡ് വെർട്ടിഗോ, വെർട്ടിഗോ ഫ്രം വീക്ക്നെസ്, സ്റ്റാൻഡിങ് അപ്പ്, aggravation, fasting, exhaustion, better eating, rest. അവർക്കുള്ളത് ഫെയിൻനെസ്, സെൻസിറ്റിവിറ്റി, ടോൾ, തിൻ, സെൻസിറ്റീവ് ടൈപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്. സൈക്കോഡൈനാമിക്സ് ഫിയർ ഓഫ് ബീങ് അലോൺ ആൻഡ് ഇമോഷണൽ ഓപ്പൺനെസ് ആണ്. ഭയങ്കര ഫ്രണ്ട്ലി ആണ് ആൾക്കാർ. സൂപ്പർഫിഷ്യൽ ആണ്, ഫ്രണ്ട്ലി ആണ്. ഇമോഷണൽ ഓപ്പൺനെസ്, ഫിയർ ഓഫ് ബീങ് അലോൺ. അവരുടെ ആ ഒത്തിരി വേഗം പോയി ആൾക്കാരായിട്ട് മിണ്ടുക, ഇതിന്റെ ഒക്കെ പുറകിലുള്ള സൈക്കോഡൈനാമിക് അതാണ്. ശരിക്കും പറഞ്ഞാൽ ഫിയർ ഓഫ് ബീങ് അലോൺ ആണ്. അവർക്ക് ഒറ്റപ്പെട്ടു പോവോ എന്നുള്ള ഒരു ഫിയർ എപ്പോഴും ഉണ്ടാവും. അത് ഫോസ്ഫറസിന്റെ ഒരു സൈക്കോഡൈനാമിക്കിന്റെ അവരുടെ മെന്റൽ ഇതിൽ വരുന്നതാണത്. കാൽക്കേരിയ കാർബ്, ഇവരും ഒരു കൺട്രോളിംഗ് ടൈപ്പ് ആണ് ശരിക്കും പറഞ്ഞാൽ. ആങ്സൈറ്റി ആൻഡ് ഇൻസെക്യൂരിറ്റി വെർട്ടിഗോ. വെർട്ടിഗോ ആൻഡ് ക്ലൈംബിംഗ് സ്റ്റെയർസ്, എക്സേർഷൻ, സ്റ്റെപ്സ് കയറാൻ നേരത്ത് ഒത്തിരി കിടന്ന് ജോലി ചെയ്യുമ്പോൾ എക്സേർഷൻ, മെന്റൽ സ്ട്രെസ്. പിന്നെ ബെറ്റർ ബൈ റെസ്റ്റ്, അസോസിയേറ്റഡ് വിത്ത് സ്വെറ്റിംഗ്, എസ്പെഷ്യലി ഹെഡ്, തല വേർക്ക, ഒബേസിറ്റി ഉണ്ടാവുക. ആൾക്കാരുടെ ടൈപ്പ് സ്ലോ ആൻഡ് ആങ്ഷ്യസ് കൈൻഡ് ആയിരിക്കും. വളരെ പതുക്കെ 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 അനങ്ങി നടക്കുന്ന ആൾക്കാർ. അധികം ഇങ്ങനെ ഭയങ്കര ചുടുചുടുപ്പായിട്ട് ഓടി നടക്കുന്ന ആൾക്കാരല്ല. സൈക്കോഡൈനാമിക്, ഡീപ് ഇൻസെക്യൂരിറ്റി, ഫിയർ ഓഫ് ലൂസിങ് സപ്പോർട്ട്. ഫിയർ ഓഫ് ലൂസിങ് സപ്പോർട്ട് കാൽക്കേരിയയുടെ ഒരു ഭയങ്കര ഒരു ഫീച്ചറാണ്. കാരണം അവര് ഒരു ക്ലിങ്ങി ടൈപ്പ് ആണ്. അപ്പൊ ആ ക്ലിങ്ങി ടൈപ്പ് ആകുമ്പോൾ നാച്ചുറലി ഫിയർ ഓഫ് ലൂസിങ് സപ്പോർട്ട് അവർക്ക് ഒരു അവരുടെ ഒരു തീമാണ്, ഒരു കോർ തീമാണ് അത്. പിന്നെ ഉള്ളത് അർജന്റം നൈട്രിക് ആണ്. ആന്റിസിപ്പേഷൻ, ആങ്സൈറ്റി, ഇത് ജൽസുമാരി തന്നെ. ആങ്സൈറ്റിയും ആന്റിസിപ്പേഷനും കൂടെ ഉള്ള ഒരു ഇതാണ്. ക്രൗഡഡ് പ്ലേസസിൽ അർജന്റം നൈട്രിക് ഫിയർ ഉണ്ട്. പിന്നെ ഹൈറ്റ്സ് എല്ലാവർക്കും അറിയുന്നതാണ്. അഗ്രവേഷൻ, ആന്റിസിപ്പേഷൻ, അവരും ഇതുപോലെ തന്നെയാണ്. അയ്യോ എന്തെങ്കിലും ആവോ എന്നുള്ള ഒരു ടെൻഷനാണ് അവർക്ക്. അപ്പൊ അവർക്കൊരു എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ ക്രൗഡിൽ പോകുമ്പോൾ ആന്റിസിപ്പേഷൻ കൊണ്ട് തന്നെ ആ ക്രൗഡിൽ പോകുമ്പോൾ ഒന്നും കൂടെ വേഴ്സൺ ആവും അവര്, പേടിച്ചിട്ട്. ബെറ്റർ ഓപ്പൺ എയർ, അപ്പൊ അവരെന്താ ചെയ്യാ വെച്ചാൽ അവിടെ നിന്ന് ആ ക്രൗഡിൽ നിന്ന് ഓടിപ്പോയി പുറത്തു പോയി നിൽക്കും. കുറച്ച് കാറ്റ് കൊള്ളുക, അല്ലെങ്കിൽ ആ ക്രൗഡിൽ നിന്ന് മാറി നിൽക്കുക, അങ്ങനെയാണ് അവർ കാണിക്കുന്നത്. ഡയറിയ ഓൾസോ ഫ്രം ആങ്സൈറ്റി. ഇമ്പൾസീവ്, ഹേസ്റ്റി പീപ്പിൾ, ഭയങ്കര ഇമ്പൾസീവ് ആണ്. ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഈ പറഞ്ഞ മാതിരി എല്ലാം ചടപടയെന്ന് കൊണ്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഫിയർ ഓഫ് ലൂസിങ് കൺട്രോൾ, ആന്റിസിപ്പേറ്ററി ആങ്സൈറ്റി. പിന്നെ ഉള്ളത് തെരീഡിയോൺ ആണ്. തെരീഡിയോൺ ഇത് നോയ്സ് ആഗ്രവേഷൻ ഒക്കെ ഉണ്ടെങ്കിലും ഒരു വയസ്സായിട്ടുള്ള എൻ്റെ ഒരു പേഷ്യന്റിന് സാറിന് ഞാൻ തെരീഡിയോൺ കൊടുത്തു. ആൻഡ് ഹി ഫീൽസ് മച്ച് ബെറ്റർ വിത്ത് ഇറ്റ്. അപ്പം probably because he was in his old age, and I mean, see when okay, I'll finish this. Vertigo from noise, vertigo aggravation for slightest noise. അസാരം യൂറോപ്യൻ ഉണ്ട് ഇങ്ങനെ തന്നെ. ചെറിയൊരു ഒച്ച കേൾക്കുമ്പോഴത്തേ അവർക്ക് ഭയങ്കര ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഓഫ് നോയ്സസ് ആണ്. അതുപോലെ തന്നെ ഇവർക്കും തെരീഡിയോണും ഇതുപോലെ തന്നെ കുറച്ചൊന്ന് നോയ്സ് വരുമ്പോൾ അവർക്ക് വെർട്ടിഗോ വരാനുള്ള ചാൻസ് ഉണ്ട്. മസ്റ്റ് ലൈ വിത്ത് ഐസ് ക്ലോസ്ഡ്. എക്സ്ട്രീം സെൻസിറ്റിവിറ്റി ആണ്. അസാരം പോലെ തന്നെ ഇവരുടെയും സെൻസസ് ഭയങ്കര അക്യൂട്ട് ആണ്.
nervous and sensitive kind of personalities, psychodynamic, hypersensitivity to environment. Okay, I'll just tell you about Theridium ആ കേസിന്റെ കാര്യം. Hypersensitivity to environment, how you can look at it is, it's an old person, okay? അങ്ങേർക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ, കുട്ടികൾ കിടന്ന് ഒച്ചയും വെള്ളം ഉണ്ടാക്കുക, ഓടുക, അവരുടെ പേരക്കുട്ടികൾ അവരൊക്കെ ഇങ്ങനെ ഓടുക, ഒച്ച ഉണ്ടാക്കുക, ആരെങ്കിലും ഒച്ചത്തില് വോളിയത്തില് TV വെക്കുക, ഇതിലൊക്കെ അങ്ങേർക്ക് ഇറിറ്റേറ്റഡ് ആവുമായിരുന്നു. ആൻഡ് ഈ ഓൾവേസ് ഹാഡ് ദിസ് ഇഷ്യൂ ഓഫ് വെർട്ടിഗോ. ഓക്കെ, അപ്പൊ അങ്ങേർക്ക് നല്ല കിട്ടിയത് തെറീഡിയം വെച്ചിട്ടാണ്. ഞാൻ പിന്നെ അങ്ങേർക്ക് ഇച്ചിരി ചിനിയം സെൽഫ്, ഞാൻ ടിനിറ്റസ് ഒക്കെ ഉണ്ടായിരുന്നു, ഐ ട്രൈ ചിനിയം സെൽഫ് ആൻഡ് ഓൾ, ബട്ട് തെറീഡിയം ഗേവ് ഹിം ഗുഡ് റിലീഫ്. ഹോർമോണൽ വെർട്ടിഗോ സ്ത്രീകളിൽ ഉണ്ടാവുന്നത് സെപ്പിയ, ഹോർമോണൽ ഇംബാലൻസ്, അഗ്രിവേഷൻ, സ്റ്റാൻഡിങ്, മെനോപോസ്, ബെറ്റർ എക്സസൈസ്, bearing down sensation ഉണ്ടാവാറുണ്ട്, indifferent, exhausted, psychodynamics, emotional detachment and burnout. കുറെ ജോലി ചെയ്ത് ഇങ്ങനെ ബേൺ ഔട്ട് ആവുന്ന ഇൻഡിവിജ്വൽസിന് ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് ഉണ്ടാവുക. കാരണം അവര് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യുക. പിന്നെ അവര് യുനോ അങ്ങനെ ഉണ്ടാവുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റിയതാണ് സെപ്പിയ. ഒത്തിരി റെസ്പോൺസിബിലിറ്റി ഉള്ള ആൾക്കാർ, അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റിയതാണ്. അഗ്രിവേഷൻ, സ്റ്റാൻഡിങ്, മെനോപോസ്, ഇങ്ങനെ അനങ്ങാണ്ട് നിൽക്കുമ്പോൾ അവർക്ക് വെർട്ടിഗോ തോന്നും. പക്ഷെ നടക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും കുറച്ചൊന്ന് ബെറ്റർ ആവും. ബാക്കി എല്ലാവരും റെസ്റ്റിൽ അമലറേഷൻ ആണ്. ഇവര് സെപ്പിയ നമുക്കറിയാലോ ഡാൻസ് ചെയ്യണം. അപ്പൊ ബെറ്റർ അഗ്രിവേഷൻ ബെറ്റർ ബൈ എക്സസൈസ് ആണ്. കാരണം അവര് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും അവർ ആ കാര്യങ്ങൾ ഒക്കെ മറന്നു പോകും. അവർക്ക് ഇത് ശരിക്കും പറഞ്ഞ ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് ആണ്. എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നേരത്ത് ബാക്കിയുള്ള ബുദ്ധിമുട്ടുകളെ പറ്റി ഒന്നും ആലോചിക്കില്ല. അവര് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ ഡോക്ടർ എനിക്ക് ഒന്നും ആലോചിക്കണ്ടല്ലോ, ഞാൻ ഒന്നും ആലോചിക്കാറില്ല, ഞാൻ ഇങ്ങനെ ജോലി ചെയ്യാൻ നേരത്തെ എന്റെ മൈൻഡ് കുറേയും കൂടെ ഈസ് ആണ്. നമ്മൾ അപ്പൊ അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിക്കില്ല ഞാൻ. പിന്നെ ബേൺ ഔട്ട്, ആസ് യു സെഡ്, ഓവർ വർക്ക് ചെയ്തിട്ട്. ലാക്കസിസ് ആണ് അടുത്തത്. റൈറ്റ് സൈഡഡ് നമ്മുടെ ബെല്ലഡോണ, ലെഫ്റ്റ് സൈഡഡ് കൺജസ്റ്റീവ് വെർട്ടിഗോ, അഗ്രിവേഷൻ ആഫ്റ്റർ സ്ലീപ്പ്, ഉറങ്ങിക്കഴിഞ്ഞ് എണീക്കുമ്പം ലാക്കസിസ് നമുക്കറിയാം അഗ്രിവേറ്റ് ചെയ്യും. രാവിലെ എണീക്കുമ്പോൾ ബെറ്റർ ഡിസ്ചാർജസ്, ഒന്ന് മൂക്കൊലിക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ബെറ്റർ ആവും. അല്ലെങ്കിൽ മെൻസസോ ലുക്കോറിയോ എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ ദേ ഫീൽ ബെറ്റർ. ലൊക്കേസിറ്റി ആൻഡ് കൺജഷൻ, ഭയങ്കരമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായി അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർത്തമാനം പറയാം. കൺജഷൻ ഉണ്ടാവും ബെല്ലഡോനെ പോലെ തന്നെ. ഇന്റൻസ് ടോക്കറ്റീവ്, അവരുടെ എന്താ വെച്ചാല് ഒരു ഇന്നർ ടെൻഷൻ കൊണ്ടാണ് ഒരു ചടപടപടേന്നുകൊണ്ട് ഇങ്ങനെ വർത്താനം പറയണത്. അവരുടെ സപ്രസ്ഡ് ഇമോഷൻസ് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ആ പറയണമൊന്നും ആയിരിക്കില്ല അവരുടെ ഉള്ളിലുണ്ടാവുക, വേറെ എന്തെങ്കിലുമൊക്കെ കൊണ്ടായിരിക്കാം. പക്ഷെ ഇങ്ങനെ ചടപടപടപടേന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതാണ് ലാക്കസിന്റെ ഒരു ഇത്. അവരുടെ കോറ് പ്രോബ്ലം വേറെ എന്തെങ്കിലും ആയിരിക്കും, ഇന്നർ ടെൻഷൻ വേറെ എന്തെങ്കിലും ആയിരിക്കും. ബട്ട് ദേ വിൽ ബി ടോക്കിംഗ് ക്വൈറ്റ് എ ലോട്ട്, മൈറ്റ് നോട്ട് ബി ഫ്രം സബ്ജക്ട് ടു സബ്ജക്ട് ദേ വിൽ ജംപ്. എന്ന് വെച്ചാൽ സഡൻ ആയിട്ട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും, പിന്നെ സഡൻ ആയിട്ട് വേറെ എന്തെങ്കിലും ഒന്ന് ആലോചിക്കും, അതിനെപ്പറ്റി ഇങ്ങനെ പറയും, പിന്നെ അങ്ങനെ 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 സബ്ജക്ട് മാറി 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 അവര് വർത്താനം പറയും. റെമഡി ടാബ്ലോ ഫോമിൽ തന്നിട്ടുണ്ട്. കോണിയം, ടേണിംഗ് ഇൻ ബെഡ്, ബ്രയോണിയ, മോഷൻ അഗ്രിവേഷൻ, ജെൽസീമിയം, വീക്ക്നെസ് പ്ലസ് ഡൾനെസ്, കോക്കുലസ്, മോഷൻ സിക്നെസ്, ബെല്ലഡോണ, സഡൻ ഓൺസെറ്റ്, നക്സോമിക, ലൈഫ് സ്റ്റൈൽ സ്ട്രെസ്, ഫോസ്ഫറസ്, വീക്ക്നെസ്, ഫെയിന്റ്നെസ്, Calcarea carp, anxiety plus exertion, argentum nitricum, anticipatory anxiety, Theridion, noise sensitivity, sepia, hormonal issues, lachesis after sleep. മാം കഴിഞ്ഞു. 2:10 ആയില്ലേ? കറക്റ്റ് ആയില്ലേ? കറക്റ്റ് സമയത്ത് നിർത്തി അല്ലേ? ഓക്കെ മാം. അപ്പൊ എന്താണ് നമ്മളെ ഈ മെഡിസിനൽ പാർട്ട് കുറച്ചുകൂടെ നന്നായി. മറ്റേത് കുറച്ചൊരു സ്പീഡ് ചിലപ്പോ എഴുതിയെടുക്കാൻ പറ്റി കാണൂല എഴുതുന്നവർക്ക്. ഞാൻ പിന്നെ എന്തായാലും യൂട്യൂബിൽ പിന്നെ എഴുതാന്ന് പറഞ്ഞ സമാധാനമായിട്ട് എഴുതിയത്. മറ്റേതൊക്കെ നമുക്ക് തിയറി പാട്ടൊക്കെ എല്ലാവർക്കും കിട്ടുന്നതല്ലേ മാം വേഗം. അതുകൊണ്ട് ഇതിപ്പോ രണ്ട് പാർട്ടും സംശയം വിട്ടുപോയതൊക്കെ
വീണ്ടും യൂട്യൂബിൽ ഒന്നുകൂടെ കാണാം. എന്തായാലും വളരെ നന്നായിരുന്നു ക്ലാസ്. താങ്ക് യു മാം. വെർട്ടിഗോയ്ക്ക് നമ്മൾ പെട്ടെന്ന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മെഡിസിനുകളെല്ലാം വന്നു. ഈ ഇൻഡിക്കേഷൻ ഒക്കെ തന്നെ ആയിരിക്കും എന്തായാലും. മറ്റേ കോക്ക അതുകൂടെ പറഞ്ഞില്ല. കോക്ക മൗണ്ടനിയസ് റെമഡി, അത് അതും വി ക്യാൻ തിങ്ക് ഓഫ് വെർട്ടിഗോ മാം, ബട്ട് ഓൾട്ടിറ്റ്യൂഡിൽ മറ്റേ നമ്മുടെ ബോറാക്സ് Beniers. താഴ്പോട്ട്, കാൽക്കേരിയ കാബും ഇതൊക്കെ മേപ്പോട്ട് ഇങ്ങനെയാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ദാറ്റ്സ് എ ഗുഡ് റെമഡി ഫോർ വെർട്ടിഗോ. ഓക്കെ, അപ്പൊ വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇനിയിപ്പോ താങ്ക് യു മാം. എന്തെങ്കിലും ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ സംശയങ്ങളോ ഒക്കെ എല്ലാ ഡോക്ടേഴ്സിനും ചോദിക്കാം. നമ്മളെ സ്ക്രീനൊന്ന് ക്ലോസ് ചെയ്താൽ എല്ലാരെയും കാണാം. സ്ക്രീൻ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു ഡിക്സോൾ 2 ടെസ്റ്റുകൾ ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. ഒന്നും കൂടെ. ആശ ഡോക്ടർ മ്യൂട്ടാണേ. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യണേ. ആശ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യണേ. ഡിക്സോൾ പൈക്കസ് ടെസ്റ്റും എപ്ലീസ് മാനുവറും, അത് രണ്ടും എപ്ലീസ് മാനുവറിനെ പറ്റി അതൊന്നുകൂടെ പറഞ്ഞുതരാം. മറ്റതും ഡിക്സോൾ പൈക്കസ് ടെസ്റ്റ്. ഡിക്സ് ഹാൽപൈക്ക് ആണ് ടെസ്റ്റ് ആണ് അത്. BPPV-ക്ക് ഉള്ള ടെസ്റ്റ് ആണ് അത്. മെയിൻ ആയിട്ട് തല തിരിക്കുക, പിന്നെ കിടക്കുക, അങ്ങനെ താഴ്പോട്ടാക്കുക. അപ്പൊ അവരുടെ കണ്ണിങ്ങനെ ഇങ്ങനെ 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 കിടന്ന് പടയും. ഇതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ളത്. അല്ലെങ്കിൽ ഇങ്ങനെ 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 കിടന്ന് റിവോൾവ് ചെയ്യും റൊട്ടേറ്ററി ഇതില്. തല രണ്ടു വശത്തിൽ ഏത് വശത്തിൽ ഏതെങ്കിലും ഒന്ന് മതി അല്ലേ? വലത്തോ ഇടത്തോ അങ്ങനെ വല്ലതും ഉണ്ടോ? മാം രണ്ട് സൈഡും ട്രൈ ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ഓട്ടോയിലത്തെ ഏത് സൈഡിലാണ് പോയിരിക്കണമെന്ന് നമുക്ക് അറിയില്ലല്ലോ. അല്ല, അത് എക്സർസൈസിലല്ലേ? ആ എക്സർസൈസിലല്ലേ അങ്ങനെ ചെയ്യണത് രണ്ടു വശവും? അല്ലല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ പൊറോട്ട എടുത്തു കഴിഞ്ഞാൽ ഡിക്സ് ഹാൽപൈക്കില് നമ്മൾ ആ പൊറോട്ട എടുക്കുമ്പോ തന്നെ അവരുടെ കണ്ണ് നിസ്റ്റാഗ്മസ് വരും. അതിന് പുറകോട്ട് മതിയല്ലോ, പൊറോട്ട് മതി. കാരണം അങ്ങനത്തെ ആ പൊസിഷനിൽ നിൽക്കുമ്പോൾ ചിലവർ അങ്ങനെ മേപ്പോട്ട് നോക്കുമ്പോഴും അവർക്ക് തലർക്കും BPPV-യില്. ആ ടെസ്റ്റിൽ അത് മതി. മറ്റേ ഈ കല്ല് തിരിച്ചും മറിച്ചും വരാനാണ് രണ്ട് സൈഡിലോട്ടുള്ള മാനുവർ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കണത് അത് മാനുവർ ആണ്. അത് ആദ്യമൊക്കെ തന്നെ ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ഒരു നോസിയ വോമിറ്റിംഗ് ഒരു പ്രാവശ്യമൊക്കെ ചെയ്യാൻ പാടുള്ളൂ. അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പാടില്ല. ഒരൊറ്റ പ്രാവശ്യം ചെയ്യാം. അത് കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെയും ചെയ്യാം, പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെയും ചെയ്യാം. അങ്ങനെയാണ്. അപ്പൊ തന്നെ വീട്ടിൽ ഇരുന്ന് ചെയ്യാം. പക്ഷെ ഐ തിങ്ക് ഐ വുഡ് പ്രിഫർ ലൈക്ക് നമ്മള് മാനുവറിന് ഫിസിയോതെറാപ്പിസ്റ്റിനെ അയക്കുന്നതാണ് സേഫ്. അവർ കുറേം കൂടെ എക്സ്പേർട്സ് ആണ്. ഗൈഡ് ചെയ്ത് നമുക്ക് ചെയ്തു തരും അവര്. നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ അവര് പിന്നെ കുറെ നേരത്തേക്ക് അവർക്ക് തലകർക്കവും ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. പിന്നെ അവര് പേടിച്ചു പോകും. കുറെ പേര് ഇപ്പൊ ഈ പ്രശ്നം പറയുന്നുണ്ട്. മാം, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് എടുത്തത്. കാരണം പിന്നെ രണ്ടാമത്തെ പേര് എപ്ലീസ് മാനുവർ ആണ്. അത് എഴുതിയെടുത്തോളൂ മാം. പിന്നെയുള്ള കുറച്ച് എക്സസൈസ് ഒക്കെ ഉണ്ട്. ഇങ്ങനെ നോക്കുക, ടിപ്പിൽ നിന്ന് ഇങ്ങനെ നോക്കുക, സൈഡിലേക്ക് നോക്കുക, ഇവിടെ നിന്ന് ആ സൈഡിലേക്ക് നോക്കുക, ഇങ്ങനത്തെ ഒക്കെ ടെസ്റ്റ് ഉണ്ട്. പിന്നെ ടേൺ ചെയ്ത് നടക്കുക, കണ്ണടച്ച് നടക്കുക, ഇതൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോഴത്തേക്കും നമ്മുടെ ഈ സ്ലൈഡ് തന്നെ കിടക്കട്ടെ. മനോജ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. മനോജ് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ചെറിയ കാര്യം, അതായത് നമ്മുടെ ഈ ഫ്രോയിഡ് ആൻഡ് യുങ്, പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കുക. ജുങ് അല്ല, യുങ് ആണ്. കാരണം ഈ ഒരു സംഭവം സോറി സർ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് അദ്ദേഹം വന്നത്. അപ്പൊ ഒരു പ്രൊഫസർ ഇത് സ്വാഗത പ്രസംഗത്തില് കൂട്ടിത്തെറിച്ചു എന്നുള്ളതാണ്. അപ്പൊ അത് ആ ഒരു കാര്യം എനിക്കറിയാം. പ്രോപ്പർ നൗൺ കാണുമ്പോ ജുങ് എന്ന് പറഞ്ഞു അങ്ങേർക്ക് ദേഷ്യം വരും ഉറപ്പായിട്ടും. പിന്നെ ഡോക്ടറെ പ്രസന്റേഷൻ വളരെ നന്നായിരുന്നു. താങ്ക് യു സർ. പ്രത്യേകിച്ച് എനിക്ക് തോന്നി ഈ ഡിഫറൻസിയേഷൻ ആണല്ലോ പ്രധാനം. ഓരോ മെഡിസിൻസും തെറാപ്യൂട്ടിക്സ് എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം എന്നുള്ളത് വളരെ നന്നായി പ്രായോഗികമായിട്ട് പറയുന്നുള്ളതാണ്. മാത്രമല്ല ശ്രേയൽ ഡോക്ടർ പറഞ്ഞ ഒരുപാട് ധാരാളം കേസുകളുണ്ട്. സാധാരണ എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത എല്ലാം കൂടെ കൊണ്ടുവന്ന് ഒരു മൂലയ്ക്ക് വെക്കും. അതെവിടെയാണ് ഈ പറയുന്നത്? ഓറൽ വെർട്ടിഗോ അല്ലേ, അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് അങ്ങ് തള്ളുകയാണ് ചെയ്യുന്നത്. അതാവണമെന്നില്ല, ഒരുപാട് കണ്ടീഷൻസ് ഉണ്ടല്ലോ. എനിക്കൊരു നല്ല രസകരമായിട്ടുള്ള ഒരു കേസ് കിട്ടിയിട്ടുണ്ട്. അവര് ഹൈദരാബാദിൽ നിന്ന് ഒരു ആന്റിയാണ്.
അവര് ഹസ്ബൻഡ് മരിച്ചുപോയി കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്തു, കണ്ടിന്യൂസ് ആയിട്ട് അവര് മൊബൈൽ ഇങ്ങനെ കുഞ്ഞിരുന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ ദൈവത്തിന്റെ വചനം കേൾക്കലും ഒക്കെ ആയിരുന്നു. അപ്പൊ അവർക്ക് ഒരു കുറെ അങ്ങനെ പിന്നെ അതൊരു അഡിക്ഷൻ പോലെയായി. അഡിക്ഷൻ ആയിട്ട് ഇവര് പില്ലർ ടു പോസ്റ്റ് അവര് എല്ലാ ഡോക്ടേഴ്സിനെയും പോയി കാണുന്നു, അവിടെ കാണുന്നു, ഇവിടെ കാണുന്നു. അപ്പൊ അവരുടെ മോൾ ഇവിടെയാണ്. അപ്പൊ അവര് പറഞ്ഞു കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കാണിച്ചു. അപ്പൊ കൊണ്ടുവന്ന് കാണിച്ചപ്പോ ഞാൻ പറഞ്ഞു അപ്പം എല്ലാ ടെസ്റ്റും ഷീസ് ഓൾ റൈറ്റ്, ലൈക്ക് എടുക്കും, വേർട്ടീൻ എടുക്കും, കുറച്ചൊന്ന് ഭേദാവും, പിന്നെയും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. വേറെ ഒരു പാത്തോളജിക്കൽ ചേഞ്ചസും ഒന്നും കാണൂല, വേറെ ഒരു പ്രശ്നവും കാണില്ല. അപ്പൊ അവസാനം ഞാൻ പറഞ്ഞു മൊബൈൽ മാറ്റി വെക്കാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു മൊബൈൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആന്റിക്ക് ദേഷ്യം വരും, വേഗം ഇറിറ്റേറ്റഡ് ആവും. കാരണം അതിൽ അങ്ങനത്തെ അവര് പറയുന്നത് ഞാൻ ദൈവത്തിന്റെ അല്ലേ കേൾക്കുള്ളൂ, അതിങ്ങനെ. അവസാനം ഞാൻ പറഞ്ഞു ഒരു പണി ചെയ്യുക, അവരുടെ നെറ്റ് എന്തെങ്കിലും ഒന്ന് ചെയ്യുക. അപ്പൊ ഇവരെന്ത് ചെയ്തു, ആ മൊബൈൽ താഴെ വീണമാതിരി വീണിട്ട് അത് പൊട്ടിയെന്ന് പറഞ്ഞു. പൊട്ടിയെന്ന് പറഞ്ഞപ്പോ ഇവർക്ക് പുതിയ മൊബൈൽ മേടിച്ചു തരുമോന്ന് മോനോട് ചോദിക്കാൻ ഒരു ബുദ്ധിമുട്ട്. അവസാനം ഇവരെന്ത് ചെയ്തു, ടിവിയില് ഭജനമൊക്കെ വെച്ചു കൊടുത്തു അവർക്ക്, ബിഗ് സ്ക്രീനിൽ. അത് കഴിഞ്ഞ് ഇപ്പൊ കുറച്ച് ദിവസം മരുന്നൊക്കെ കഴിഞ്ഞ് ഷി ഫെൽ മച്ച് ബെറ്റർ. അപ്പൊ എന്താ പറ്റുക വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ ആ സെർവൈക്കൽ ഇതിൽ നമ്മളിങ്ങനെ കുഞ്ഞിരുന്ന് ഉണ്ടാവണതും ഇപ്പൊ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയിട്ട് ടിപ്പിക്കലായിട്ടും ഉണ്ടാവുന്നുണ്ട് ഇപ്പൊ. അപ്പൊ നമുക്ക് എല്ലാം we can't say it is like a pathological this one, like it could be because of your bad posture. ഒരു തെറ്റായിട്ടുള്ള ഇങ്ങനെ അങ്ങനെ ഉണ്ടാവേണ്ടത്. നല്ല രസമായിട്ടുള്ള കേസ് ആയിരുന്നു. സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ് കൊണ്ടും സെർവൈക്കൽ സ്പോണ്ടിലൈറ്റിസും കൊണ്ട് ഉണ്ടാവുക. എക്സാക്ട്ലി. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പേഷ്യന്റ് ആണാ പെണ്ണോ എന്നുള്ള കാര്യം, പ്രത്യേകിച്ച് സ്ത്രീകൾ, പ്രായമായ സ്ത്രീകള് ഈ ലളിതാ സഹസ്രനാമം പോലെ കുറെ കുട്ടി പുസ്തകങ്ങൾ വെച്ച് അങ്ങ് തകർത്തുകൊണ്ടിരിക്കും. ഭയങ്കര ഭക്തിയാണെന്ന് കാണിക്കാൻ വേണ്ടി ആയിരിക്കും. അപ്പൊ ഈ കട്ടിൽ കുനിഞ്ഞ് ഇസഡ് പോലെ ഇരുന്നിട്ട് വായിക്കും. സാറേ നമുക്ക് വീട്ടിൽ കാശുണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കുള്ളൂ. അല്ല, എന്തായാലും അവർക്ക് ഇതുണ്ടാകും. മോസ്റ്റ് പ്രോബിൾ എക്സൈറ്റിംഗ് കോസ് ആൻഡ് മെയിൻറ്റെയിനിങ് കോസ് നമ്മൾ പറയുമല്ലോ. അപ്പൊ പിന്നെ അതുപോലെ കിടന്നുകൊണ്ട് ഈ മൊബൈൽ നോക്കുക, TV കാണുക, അത് വെർട്ടിഗോ ഉണ്ടാക്കും. കണ്ണിന്റെ പ്രശ്നം കൊണ്ട് വരാമല്ലോ. ഇതെല്ലാം തന്നെ ശ്രദ്ധിച്ചിട്ട് വേണം ട്രീറ്റ് ചെയ്യാൻ. വളരെ ഭംഗിയായിരുന്നു. അഭിനന്ദനങ്ങൾ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ. ഓക്കെ, മനോജ് ഡോക്ടറെ അടുത്തത് ഹരിഹരൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്ലൈഡ് വേണമെങ്കിൽ സ്ക്രീൻ വേണമെങ്കിൽ മാറ്റാം. ഇനി ഓഫ് ചെയ്യാം. അറിയാമോ ഡോക്ടർ? ഓക്കെ, ഹരിഹരൻ ഡോക്ടർ സംസാരിക്കും. ഓക്കെ, കേക്കാവോ? ഡോക്ടറെ ക്ലാസ് ഒക്കെ നന്നായിരുന്നു. പക്ഷേ എനിക്ക് ചില ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ട്. അതെന്താന്ന് വെച്ചാല്, ഞാനിവിടെ ഈ ബിനൈൻ വെർട്ടിഗോയ്ക്ക് ഞാൻ ഇവിടെ പൊസിഷൻ ചെയ്യുന്നുണ്ട് ധാരാളം പേഷ്യൻസിന്. അത് ഒത്തിരി പേഷ്യൻസിന് ഞാൻ ചെയ്യുന്നു. ഇത് ചെയ്യുമ്പോ അതിന് വേണ്ടിയിട്ട് പ്രത്യേക ബെഞ്ച് ക്ലിനിക്കിൽ ഉണ്ടാകും. അപ്പുറത്തും ഇപ്പുറത്തും കാലിട്ടിരിക്കാൻ പറ്റിയ ബെഞ്ചായിരിക്കണം. അത് തന്നെ, ഒരു വീതിയുള്ള ബെഞ്ചായിരിക്കണം. വീതി വെച്ചാൽ ഇവർക്ക് തിരിയണം. എന്നിട്ട് അതേല് നമ്മൾ ഒരു റെക്സിൻ ഷീറ്റോ എന്തെങ്കിലും ചെയ്തിരിക്കണം. ഞാൻ ഈ ഡോക്ടർമാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. പ്രാക്ടിക്കലാണ് ഞാൻ ഈ പറയുന്നത്. ഇത് എന്നിട്ട് ഈ ബെഞ്ചിന് ഒരു 6 അടി നീളമെങ്കിലും ഉണ്ടാവണം. 6 അടി നീളമെങ്കിലും ഉണ്ടാവണം. ഇതിൽ കിടക്കണം. ഈ പേഷ്യന്റിനെ നമ്മൾ കൊണ്ടുവരുമ്പോ ഒരു ബൈസ്റ്റാൻഡർ എപ്പോഴും ഉണ്ടാവണം. അപ്പൊ പേഷ്യന്റിനെ നമ്മുടെ ക്ലിനിക്കിൽ കൊണ്ടുവന്നു കഴിഞ്ഞാല് നമ്മള് ഈ ബെഞ്ചില് ആദ്യം ഇരുത്തണം. ഹലോ, കേക്കാമോ? ആദ്യം അവിടെ ഇരുത്തണം. ഇരിക്കുമ്പം ചോദിക്കണം, നിങ്ങൾക്ക് ഇപ്പോ തല ഉറങ്ങുന്നുണ്ടോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഉറങ്ങുന്നുണ്ടോ? അപ്പൊ അവര് പറയും, ചിലപ്പോ പറയും ഉണ്ടെന്ന് പറയും, അല്ലെങ്കിൽ ഇല്ല എന്ന് പറയും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കണ്ണൊരിക്കലും അടയ്ക്കരുതെന്ന് പറയണം. ഈ എപ്പോ തലയിറക്കം വന്നാലും സാധാരണ ഈ പേഷ്യൻസ് കണ്ണടച്ച് കളയും. കണ്ണടക്കരുതെന്ന് പറയണം. അപ്പൊ എന്നിട്ട് അത് കഴിഞ്ഞ് അപ്പൊ വെർട്ടിഗോ ഉണ്ടെങ്കിൽ ഈ കണ്ണ് ഇങ്ങനെ തുറന്നു തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു വിത്തിൻ സെക്കൻഡ്സ് ഇത് സ്റ്റോപ്പ് ആവും. സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരൊക്കെ പറയണം കണ്ണ് തുറക്കാൻ പറയണം. എന്നിട്ട് ഇവരെ ഈ 45 ഡിഗ്രിയില് തല വെച്ചോണ്ട് തലയാക്കിക്കൊണ്ട് ഇവരെ പതുക്കെ നീളത്തിൽ കിടത്തണം. ഈ കിടത്തുന്ന ആക്ഷനില് തലയിറക്കം ഉണ്ടാവും.
അതിങ്ങനെ ഉണ്ടെങ്കിൽ അവർ പറയും നമ്മുടെ അയ്യോ എന്നെ പിടിച്ചോ 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 എന്ന് പറയും. പിടിച്ചോന്ന് പറയും. അപ്പൊ നമ്മൾ ഈ ബൈസ്റ്റാൻഡറൊക്കെ പറയണം നമ്മൾ പറഞ്ഞിട്ടൊക്കെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്, പിടിക്കും, അത് വേണേ കയ്യെ പിടിക്കുകയും ചെയ്യാം. അങ്ങനെ ആ ആക്ഷനിൽ തന്നെ തലയിറക്കം ഉണ്ടാകുമ്പോഴും അപ്പോഴും പ്രത്യേകം പറയണം കണ്ണ് അടയ്ക്കരുതെന്ന് പറയണം. എന്നിട്ട് ആ പൊസിഷനിൽ അവരെ കിടത്തണം. കിടത്തി കഴിയുമ്പം നന്നായിട്ട് ഉള്ളവർക്കാണെങ്കിൽ കുറച്ച് നേരം ആ വെർട്ടിഗോ ഇങ്ങനെ നിൽക്കും. അപ്പോ നമ്മൾ അവരുടെയൊക്കെ പറയണം നിങ്ങൾ കണ്ണ് തുറന്നു തന്നെ ഇരിക്കണം, നിങ്ങൾ ഒരിക്കലും കണ്ണടയ്ക്കാൻ പാടില്ല. എന്നിട്ട് ആ രീതിയിലാകുമ്പോൾ അത് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ ഇവരെ എഴുന്നേൽപ്പിക്കണം. എഴുന്നേൽപ്പിച്ചിട്ട് എടുക്കുമ്പം അവരുടെ ചോദിക്കണം നീക്ക് ഇപ്പൊ തലകറങ്ങുന്നുണ്ടോ ചോദിക്കുക. അപ്പൊ അവർ പറയും തലയിറക്കം ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അവരെ ആ പൊസിഷനിൽ തന്നെ നിർത്തണം. എന്നിട്ട് കണ്ണ് തുറന്നു വെക്കണം. എന്നിട്ട് ഇതുപോലെ തന്നെ അവരെ ഈ രീതിയിൽ തന്നെ ഇങ്ങനെ കിടത്തിക്കൊണ്ട് 45 ഡിഗ്രിയിലെ അപ്പുറവശം, ആ ഇടതുവശത്താണ് ആദ്യം ചെയ്തെങ്കിൽ വലത്തുവശത്തേക്ക് തലയാക്കിക്കൊണ്ട് തന്നെ കിടത്തണം. കിടത്തി കഴിയുമ്പോൾ ഇതുപോലെ തന്നെ അവർ പറയും സൈഡിൽ നിന്ന് ചെരിച്ചോണം. നമ്മൾ അവരെ ബോഡി ഒന്ന് ചെരിക്കണം. ചെരിച്ചു കഴിഞ്ഞ് തല ഇടത്തോട്ട് തിരിച്ച് വലത്തോട്ട് ചെരിച്ചു കഴിയുമ്പോഴും അപ്പോഴും ചില ആൾക്കാർക്ക് ഉണ്ടാവും, ചില ആൾക്കാർക്ക് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സമയത്തും അവരുടെയൊക്കെ പറയണം കണ്ണ് തുറന്നു വെച്ചുകൊണ്ട് തന്നെ. അപ്പൊ അത് തീർന്നു കഴിഞ്ഞ് അവരെ എഴുന്നേൽപ്പിച്ച് കഴിഞ്ഞിട്ട് ഈ ബെഞ്ചിന്റെ അറ്റത്തേക്ക് ഇവരുടെ തല കൊണ്ടുവന്നു കഴിഞ്ഞ് തല താത്തിയിടണം. തല താത്തിയിടണം. ഇട്ടിട്ട് അവരുടെയൊക്കെ ചോദിക്കണം നിങ്ങൾക്ക് ഇപ്പൊ തല ഇറങ്ങുന്നുണ്ടോ. അപ്പൊ എല്ലാ പൊസിഷനിലും എല്ലാ പേഷ്യൻസിനും തല കറങ്ങത്തില്ല. എന്നിട്ട് ഇവരെ പതുക്കെ എഴുന്നേൽപ്പിച്ച് കഴിഞ്ഞിട്ട് അവരുടെയൊക്കെ ഇരിക്കാൻ പറയുമ്പോഴത്തേക്ക് ഉണ്ടെങ്കിൽ അവരെ ഇതുപോലെ തന്നെ ചെയ്യുക. എന്നിട്ട് പിന്നെ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഒരു സാധനം താഴെ ഇടണം. നമ്മളൊരു പേനയോ അങ്ങനെ എന്തെങ്കിലും താഴെ ഇടണം. എന്നിട്ട് ഇവരുടെയൊക്കെ പറയണം കുനിഞ്ഞെടുക്കാൻ പറയണം. അയ്യോ എന്നും പറഞ്ഞ് ഇവര് തലകറങ്ങുന്നും പറഞ്ഞ് നിർത്തും ചില ആൾക്കാർ കുനിഞ്ഞെടുക്കും. അങ്ങനെ ഒന്നും ഇല്ലാതെ കുനിഞ്ഞെടുക്കുന്നവർക്ക് നമ്മൾ ആ പൊസിഷൻ വിട്ടേക്കുക. അല്ലാത്തുള്ളവരുണ്ടെങ്കിൽ ആ പൊസിഷനിൽ തന്നെ അവരെ നിർത്തണം. ഇങ്ങനെ കുറെ പിന്നെ അത് കഴിഞ്ഞ ലാസ്റ്റ് ആയിട്ട് അവരെ എഴുന്നേൽപ്പിച്ച് നിർത്തി കഴിഞ്ഞാൽ തല മേളിൽ എന്തെങ്കിലും ഫാനോ അങ്ങനെ എന്തെങ്കിലും അങ്ങോട്ട് നോക്കാൻ പറയണം. അപ്പൊ അങ്ങനെ അവർ നോക്കുമ്പോൾ തലയിറക്കം ഉണ്ടെങ്കിൽ ആ പൊസിഷനിൽ തന്നെ ചെയ്യണം. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഇവരെ നമുക്ക് വിടാം. എന്നിട്ട് പറയണം ഞാനാണെങ്കിൽ ചെയ്യുന്നത് ഈ പേഷ്യന്റിനെ പിറ്റേ ദിവസവും വരാൻ പറയും. ഡോക്ടർ പറഞ്ഞ ഒരാഴ്ച ഗ്യാപ്പിട്ടല്ലേ, ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. നെക്സ്റ്റ് ഡേയിൽ വരാൻ പറയും. നെക്സ്റ്റ് ഡേയിൽ ഇങ്ങനെ എന്നിട്ട് ഇത് ചെയ്യിക്കും. എന്നിട്ട് പിന്നെ അപ്പോഴും ചില പൊസിഷനിൽ വരുമ്പോൾ തല കറങ്ങും, ചില പൊസിഷനിൽ തല കറങ്ങത്തില്ല. കറങ്ങുന്ന അത് ഞാൻ പിന്നെയും ചെയ്യിച്ച് എപ്പോഴാണോ അത് കുറയുന്നത് അത്ര വരെ ചെയ്യിച്ചിട്ടേ വിടത്തുള്ളൂ. ഹരിഹരൻ സർ, ഒരു ഡിസ്ക്ലൈമർ ഉണ്ട്. ധനേഷ് സാർ എനിക്കും മമ്മിക്കും മാത്രമേ അറിയണ ഒരു കാര്യമാണ്. എനിക്ക് BPPV ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒരു മാന്യൂവർ ചെയ്തു. ഞാൻ പേഴ്സണലി ചെയ്തിട്ടുണ്ട്. അന്ന് ആ ബേസിസിലാണ്. അപ്പൊ എനിക്ക് കിട്ടിയത് നല്ലൊരു ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. ഇറ്റ് ഈസ് എ വെരി ലീഡിങ് പേഴ്സണാലിറ്റി ആണ്. അപ്പൊ അവര് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഐ ടുക്ക് ഓഫ് കോഴ്സ് മൈ മെഡിസിൻസ് ആൻഡ് ഓൾ. പക്ഷെ ഈ വൈറ്റമിൻ D ഡെഫിഷ്യൻസി എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്റെ പേഴ്സണൽ ഇതിലാണ് ഞാൻ ഈ വെർട്ടിഗോ തന്നെ ഞാൻ ഇപ്രാവശ്യം എടുക്കുന്നത് ഞാൻ ധനേഷ് സാറിനോട് പറയാൻ കാരണം എന്നാ ഞാൻ പറയട്ടെ എനിക്കിതുണ്ടായിരുന്നു. എനിക്ക് വന്നിട്ട് കാരണം എല്ലാവരും ഇത് പൊളിയുണ്ട് ഇപ്പൊ. ഞാൻ പക്ഷെ ഇത് എവിടെ പോയാ പഠിച്ചെന്നറിയാമോ? അതായത് മലബാറില് അവിടുന്ന് എറണാകുളത്ത് നിന്ന് വടക്കംപറവൂരിനപ്പുറം ഒരു റിട്ടയർഡ് DMO ഉണ്ട്. ഒരു ഞാനിത് പഠിച്ചിട്ട് 2 വർഷത്തോളമായി. ആ DMOയുടെ ഒരു ഈ യൂട്യൂബിൽ ഞാൻ കണ്ടു. അത് മോഹൻലാലാണ് പോസ്റ്റ് ചെയ്തത്. ഞാൻ ഇങ്ങനെ കാണാൻ പോയിട്ട് അങ്ങേരെ എന്നെ ഇത് ചെയ്യിച്ചു കാണിച്ചു മാത്രമല്ല എനിക്ക് ഡിസ്ക്രൈബ് ചെയ്യുകയും ചെയ്തു. ഡിസ്ക്രൈബ് ചെയ്ത് തന്നിട്ട് എന്നെ ചെയ്യിച്ചു ഒറ്റ പ്രാവശ്യം എനിക്ക് ചെയ്യേണ്ടി വന്നുള്ളൂ. എന്റെ കംപ്ലീറ്റ് ആയിട്ട് അത് മാറി. പിന്നെ ഇതുവരെ വന്നിട്ടേ ഇല്ല. എന്നിട്ട് ഓക്കെ ഹരിഹരൻ ഡോക്ടർ, നമ്മളെ സമയം ഏതാണ്ട് കഴിയാറാവുന്നു.
മാം ഒരു കാര്യം കൂടി പിന്നെ ഓക്കെ ഒരു ഡോക്ടർ. യോഗ പോസ്റ്റർ ഇതിന് നല്ലതാണ്, വൃക്ഷാസനം അതിന് നല്ലതാണ് വെർട്ടിഗോക്ക്. അതും കൂടെ ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഞാൻ ഏതാണ്? മറുപടി പറയാം. ശീർഷാസനം. വൃക്ഷാസനം, ട്രീ പോസ്. ഡോക്ടർ ശൈലജ, ഇതൊക്കെ ഓ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. യു ഡോണ്ട് ബോദർ ഔട്ട് ടൈം. ഇവിടെ ഇത് കേട്ടോണ്ടിരിക്കുന്നവർക്ക് പ്രയോജനം ഉണ്ടാവട്ടെ, അല്ലാതെ ഇതൊരു ചടങ്ങ് പോലെ ആക്കി വിടാതെ. അതുകൊണ്ട് അത് സ്വല്പ സമയം 1-2 ഹരിഹരൻ ഡോക്ടറെ, ആഷ ഡോക്ടർ തന്നെ പറഞ്ഞത് ഇത് നല്ലൊരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ അടുത്തോ അത് സ്ഥിരം ചെയ്യുന്നവരുടെ ചുമ്മാതാ, വെറുതെയാണ്. നമുക്ക് ചെയ്യാം ഇത്. ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെങ്കിലും പോണ്ട. ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ഇതുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ അറിയില്ല എന്നുണ്ടെങ്കിൽ അവര് ഫിസിയോതെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോണേ നല്ലത്. നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ പേഷ്യൻസിനെ നമ്മൾ ചെയ്ത് ക്യൂറാക്കി വിടാം. അതിന് യാതൊരു സംശയമില്ല. ഞാൻ എത്രയോ പേരെ ക്യൂർ ചെയ്ത് വിട്ടിരിക്കുന്നു. അതുകൊണ്ട് എവരി ഹോമിയോ ഡോക്ടർ മസ്റ്റ് ലേൺ ഇറ്റ്. അവരൊരു ബെഞ്ച് ഉണ്ടാക്കി വെച്ചാൽ മതി. നമുക്കുള്ള ഒരു വേറൊരു പ്രയോജനമുണ്ട്, നമുക്ക് ഇതിന്റെ കൂടെ മെഡിസിനും കൊടുക്കാം. അപ്പം ഫാസ്റ്റ് ആയിട്ട് ഇത് ക്യൂർ ചെയ്യും. അറിയാമോ എത്ര പേരായി സഫർ ചെയ്യുന്നറിയാമോ? ഒത്തിരി പേര് സഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ ഹരിഹരൻ ഡോക്ടറെ, എന്തായാലും നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇനി ഹോമിയോപ്പതി ഡോക്ടർമാരൊക്കെ ചെയ്യണമെങ്കിൽ തന്നെ അത് ഒന്നുകൂടി നമുക്ക് ഇനിയൊരു അവസരത്തിൽ ഹരിഹരൻ ഡോക്ടർ തന്നെ നമുക്ക് ഒന്നുകൂടെ വിശദമായി പറഞ്ഞു തരേണ്ടി വരും. ഇത് ഒരു പ്രാവശ്യം പറഞ്ഞപ്പോൾ മനസ്സിലായില്ല. ഇല്ല, ശരിക്കും പറഞ്ഞാൽ അത് യൂട്യൂബ് ഒക്കെ കണ്ടാലും നമുക്ക് അറിയുള്ളൂ. പക്ഷെ അത് കാണുന്നതും ചെയ്യുന്നതും കുറച്ച് പഠിച്ചിട്ടൊക്കെ വേണം ചെയ്യാൻ. കാരണം മറ്റൊക്കെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ. ഹരിഹരൻ ഡോക്ടർ 2 പ്രാവശ്യം അത് മെത്തേഡൊക്കെ പറഞ്ഞെങ്കിലും നമുക്ക് ഒരു പ്രാവശ്യം കൊണ്ടൊന്നും എനിക്ക് തന്നെ അത് മനസ്സിലാവില്ല. നമുക്ക് ഇനി ഒന്നുകൂടിയൊക്കെ നല്ലപോലെ ഡോക്ടർ തന്നെ ഇനിയുള്ള അവസരങ്ങളിൽ ഇതിനായിട്ട് തന്നെ നമുക്ക് ഒരു സെഷൻ വയ്ക്കാം. ഡോക്ടർ നല്ല രീതിയിൽ എല്ലാവർക്കും മനസ്സിലാക്കി തരണം. നമുക്ക് തീർച്ചയായിട്ടും ആ ധൈര്യമുള്ളവർക്ക് അത് ചെയ്യാം, മെഡിസിനും കൊടുക്കാം. ഓക്കെ, നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഡോക്ടർക്ക് നല്ലൊരു ക്ലാസ് എടുത്ത ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് വേണ്ടി മറിയമ്മ ഡോക്ടറെ ക്ഷണിക്കാം. വെർട്ടിഗോയ്ക്ക് ഒരു മരുന്നുണ്ട് കേട്ടോ, വേറെ നല്ലൊരു മരുന്ന്, പ്രിമോള വേരീസ്. ഡോക്ടർ റെഫർ നോക്കിക്കോ. ബോറിക്കിലുണ്ട് പ്രിമോള വേരീസ്. അതുപോലെ തന്നെ ചിനിയം സൾഫ് നല്ല മെഡിസിൻ ആണ്. വെർട്ടിഗോ ക്ലോസിംഗ് ഐസ് സൈക്ലമെൻ ഉണ്ടെന്ന് തോന്നുന്നു. സൈക്ലമെൻ ക്ലോസിംഗ് ഐസ് അതും പറയാൻ. ടബാക്കത്തിനുണ്ട് ഒരു പ്രത്യേകത, ടബാക്കോ വിത്ത് വാട്ടർ ബ്രഷ്. ടബാക്കോ ഉണ്ട്. മറിയമ്മ ഡോക്ടറെ നന്ദി. പ്രകാശനത്തിലേക്ക് പോകാം. നന്ദി ശൈല ഡോക്ടറെ. എന്തായാലും വളരെ പ്രാധാന്യമുള്ളൊരു വിഷയമാണ് ഇന്ന് ഡോക്ടർ ക്ലാസ് എടുത്തത്. തലകറക്കവും ഹോമിയോപ്പതിയും. വളരെ ആകാംക്ഷയോടെയാണ് ഈ ക്ലാസ്സിൽ കയറിയത് തന്നെ. അത് എന്തായാലും ഇത്രയും നല്ല രീതിയിൽ ഈ ഒരു വിഷയത്തിൽ ക്ലാസ് എടുത്തതിന് ഡോക്ടർ ആഷ ബി വർഗീസിന് വളരെയധികം നന്ദി അറിയിക്കുകയാണ്. ഡോക്ടറുടെ എല്ലാ ക്ലാസ്സുകളും ഇതുപോലെ നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. ഇനിയും ഇതുപോലുള്ള നല്ല ക്ലാസ്സുകളുമായിട്ട് വീണ്ടും എത്തണമെന്നും കൂടി അപേക്ഷിക്കുകയാണ്. ഇന്നത്തെ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. മോഡറേറ്റർ ശൈല ഡോക്ടർക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ പ്രത്യേകിച്ചും ഹരിഹരൻ സാറിൻ്റെ തന്നെ, ഹരിഹരൻ സാർ അത്രയും നമുക്ക് വ്യക്തമാക്കി ധൈര്യത്തോടു കൂടി ചെയ്യാമെന്ന് നമ്മളെ അറിയിച്ച ഹരിഹരൻ സാറിന് നന്ദി അറിയിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മലയാളം സെഷൻ ഇവിടെ അവസാനിപ്പിക്കുവാൻ സമയമായി. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. നമസ്കാരം.